പുറപ്പാട് പുസ്തകം വായിക്കണ്ട 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നെഴുതിയിട്ടുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ യുദ്ധവീരനാണ് യഹോവ എന്ന് പറയുന്നു. 14-25 അവരുടെ രഥചക്രങ്ങളുടെ ഓട്ടം പ്രയാസമാക്കി, അതുകൊണ്ട് മിസ്രയീമ്യർ നാം ഇസ്രയേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. യുദ്ധവീരനായ യഹോവ. ഈ ഒരാഴ്ച കൊണ്ട് സാധാരണഗതിയിൽ ഒരു ടോപ്പിക്ക് തൊട്ടാൽ തീരത്തില്ല. അതുകൊണ്ട് അവരുത്തി ആഴ്ചയിലും കൂടെ എങ്കിലും ഇതേ ടോപ്പിക്ക് തുടരും എന്നെനിക്ക് തോന്നുന്നു. പുറപ്പാട് 15:3 യഹോവ യുദ്ധവീരൻ എന്ന പദം ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, 2 ആഴ്ച എങ്കിലും തുടരുന്ന വിഷയമായതുകൊണ്ട്. 14-14 യഹോവ അവർക്ക് വേണ്ടി യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് കണ്ടു. 14-25 മിസ്രയീമ്യർ പറയുകയാണ്, നമുക്ക് ചെങ്കടലിൻ്റെ നടുവിൽ പറയുകയാണ്, നമുക്ക് തിരിച്ചോടിപ്പോകാം, കാര്യം യഹോവ ഇസ്രയേലിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു. യുദ്ധവീരൻ എന്ന ആശയത്തിൽ നിന്നുകൊണ്ട് അനവധി യുദ്ധ ആയുധങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു. ഇന്നിത് വേണമെന്ന് ഓർത്തു, ചിലപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞാൽ ലേറ്റായി പോകും. അതുകൊണ്ടാണ് ഇന്നിതെടുക്കുന്നത്. വേദഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കയറിയാൽ നമുക്ക് പലതും ദൈവത്തെങ്കിൽ നിന്ന് പുതുതായി പ്രാപിക്കാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ ആയുധങ്ങൾ എന്നതായിരിക്കും പ്രധാന ചിന്താ വിഷയം ഇന്ന്. ദൈവത്തിൻ്റെ യുദ്ധ ആയുധങ്ങൾ, അതിലെ ഒരായുധം ഞാനൊന്ന് തൊടുകയാണ്. വേറെ അധികം ഇടങ്ങളിൽ ഇല്ലാത്ത ഒരായുധം ഞാനൊന്ന് തൊടുകയാണ്. മിസ്രയീമ്യർ എന്തുകൊണ്ടാണ് പറഞ്ഞത് യഹോവ ഇസ്രയേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം? ചെങ്കടൽ പിളർന്നു, ജനം ചെങ്കടലിൻ്റെ നടുവിലേക്ക് ഇറങ്ങി. എബ്രായൻ ചെങ്കടലിൻ്റെ നടുവിലൂടെ മുൻപോട്ട് പോകുമ്പോൾ അവരെ പിന്തുടർന്ന് മിസ്രയീമ്യരും ചെങ്കടലിൻ്റെ നടുവിലേക്ക് ഇറങ്ങി. യഹോവ തിരിഞ്ഞ് മിസ്രയീമ്യ സൈന്യത്തെ ഒന്ന് നോക്കി. എന്തോ സംഭവിച്ചതെന്നറിയാമോ? ഒരു ടെക്നിക്കൽ ഡിഫക്റ്റ് ഉണ്ടായി. അവരുടെ രഥചക്രങ്ങളുടെ ഓട്ടം കുഴയാൻ തുടങ്ങി. രഥചക്രങ്ങളുടെ ഓട്ടം തകരാറിലായി. ഒരു ടെക്നിക്കൽ ഡിഫക്റ്റാണ്. കാരണം കണ്ടുപിടിക്കാൻ അറിയാത്ത ഒരു ടെക്നിക്കൽ ഡിഫക്റ്റ്. അവരുടെ രഥചക്രങ്ങളുടെ ഓട്ടം തകർന്നു, കുഴഞ്ഞു. അവർക്ക് മുന്നോട്ട് ഓടാൻ പ്രയാസമായി. അന്നേരത്ത് ഇവർ പറഞ്ഞു, ഇങ്ങനെ പോകുന്നത് ശരിയാകത്തില്ല, കാര്യം 2 സൈഡിലും വെള്ളം നിൽക്കുക. മിസ്രയീമ്യർ എബ്രായർ മുമ്പിൽ ഓടിപ്പോകുന്നു, നമുക്കങ്ങനെ പോകാൻ പറ്റുന്നില്ല, കാര്യം നമ്മുടെ രഥചക്രങ്ങളുടെ ഓട്ടം കുഴയുന്നു, നമ്മുടെ വീലുകൾ ശരിക്കും ഓടുന്നില്ല, അതുകൊണ്ട് നമുക്ക് തിരിച്ചോടാം. ഒരു മഹാ കൺഫ്യൂഷൻ ജനത്തിൻ്റെ ഇടയിലുണ്ടായി. ഒരു വശത്ത് രാജകൽപ്പന, മുന്നോട്ട് പോകാം. മറുവശത്ത് ടെക്നിക്കൽ ഡിഫക്റ്റ്, വണ്ടി ഓടുന്നില്ല, എന്തു വേണം? സാധാരണക്കാരന് മനസ്സിലായി യഹോവ യുദ്ധം ചെയ്യുകയാണ്. പക്ഷെ ഫറവോന് പിടികിട്ടി വരണമെങ്കിൽ സമയമെടുക്കും. കാര്യം അയക്ക് പണ്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ യഹോവയെ അനുസരിക്കേണ്ടതിന് അവൻ ആര്? ആ ചോദ്യം പിൻവലിക്കാൻ രാജാവ് തയ്യാറല്ല. അതുകൊണ്ട് മുന്നോട്ട് പോകാനാണ് രാജകീയ ഉത്തരവ്. പോകാൻ പറ്റുന്നില്ലെന്നുള്ളത് രഥങ്ങൾ പറയുന്നു. തിരിച്ചു പോകാം എന്ന് മിസ്രയീമ്യരുടെ ഒരു വിഭാഗം പറയുന്നു. ആകെ കൺഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം മോശയോട് പറഞ്ഞു, ആ കൈ ഒന്നുകൂടെ നീട്ടിയേക്ക്. ഇവിടെ കൊണ്ടുവത്തു. യുദ്ധവീരനായ യഹോവ, യുദ്ധം ചെയ്യുന്ന യഹോവ. നമ്മളൊരു വാക്യം വായിക്കാൻ പോകുകയാണ്. യഹോവ യുദ്ധവീരനാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെങ്കിൽ എന്നുള്ള പ്രത്യേകത. തെസ്സലോനിക്കരുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ വായിക്കാം. തെസ്സലോനിക്കരുടെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 23-24 വാക്യം വായിക്കാം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിൽക്കട്ടെ, ഒരു വശത്ത് യഹോവ യുദ്ധവീരനാണ്, യഹോവ യുദ്ധം ചെയ്യുന്നവനാണ്. ഇന്ന് ദൈവവൈതൽ നോക്കിയേച്ചു പറ, സമാധാനത്തിൻ്റെ ദൈവം. എൻ്റെ ദൈവം എനിക്ക് സമാധാനത്തിൻ്റെ ദൈവമാണ്. മുൻപോട്ട് നോക്കുമ്പോൾ എബ്രായന് മുഴുവനും പ്രകാശമാണ്, പുറകോട്ട് നോക്കുമ്പോൾ മിസ്രയീമിന് മുഴുവനും ഇരുളാണ്. ലോകത്തോടും ശത്രുവിനോടും യുദ്ധം ചെയ്യുന്നവനായ ദൈവം ഞാൻ വിളിക്കുമ്പോൾ സമാധാനത്തിൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ബഥേൽ സമാധാനത്തിൻ്റെ ദൈവം. പലതുകൊണ്ടും വ്യാകുലപ്പെടുന്ന അനേക ഹൃദയങ്ങളുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ഹൃദയം വ്യാകുലപ്പെടുന്നുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്നവൻ എന്ന സാഹചര്യത്തിൽ എൻ്റെ ഹൃദയം വ്യാകുലപ്പെടുന്നുണ്ട്. പക്ഷെ വ്യാകുലപ്പെടുന്ന ഹൃദയങ്ങളോട് ദൈവത്തിന് പറയാനുള്ളത്, നീ അത് പറയണ്ട, നീ അത് പറയണ്ട. ഹാഗാർ പണ്ടൊരിക്കൽ നിലവിളിച്ച, വാക്യം മറിക്കല്ലേ, ഹാഗാർ പണ്ടൊരിക്കൽ നിലവിളിച്ച സാഹചര്യത്തിൽ യഹോവയുടെ ദൂതൻ ഹാഗാറിനോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ എത്രയോ തവണ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് എയിലത് ദി ഹാഗർ? ഹാഗറെ, നീ എന്തിനാ വിലപിച്ച് കരയുന്നത്? വിലപിച്ച് കരയേണ്ട സാഹചര്യം, പക്ഷെ നീ എന്തിനാ കരയുന്നത്?
യഹോവ ബാലൻ്റെ അപേക്ഷ കരച്ചിൽ കേട്ടു. നിന്റെ സ്വഭാവം യഹോവയ്ക്കറിയാം, നിന്റെ അനുസരണശീലം യഹോവയ്ക്കറിയാം, നീ എന്തിനാ കരയുന്നത്? മോശയോടൊരിക്കൽ ദൈവം ചോദിച്ചു, നീ ഇങ്ങനെ നിലവിളിക്കുന്നത് എന്തിന്? ഇത് സാധാരണക്കാരൻ്റെ കാര്യമാണ്, പക്ഷെ നീ വേറൊന്നാ. ഞാൻ യുദ്ധങ്ങളുടെ ദൈവമാണെങ്കിലും തൻ്റെ ജനത്തിന് സമാധാനത്തിൻ്റെ ദൈവമോ? വായിച്ചാട്ട് സിസ്റ്റർ ആ വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിൽക്കട്ടെ, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ, എന്നെ, നമ്മെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. ഈ സമാധാനത്തിൽ വസിക്കണമെങ്കിൽ ആ ശുദ്ധീകരണം നിർബന്ധമാണ്. എവിടെയൊക്കെയാണ് ശുദ്ധീകരിക്കേണ്ടത്? നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. വായിച്ചോ. നിങ്ങളുടെ ആത്മാവും. ഒന്ന്, നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെടണം. ദൈവവുമായുള്ള ഉറച്ച ബന്ധം, മറ്റ് യാതൊരു ആത്മബന്ധവുമില്ലാതെ എൻ്റെ ദൈവവുമായുള്ള ഉറച്ച ബന്ധത്തിൽ ജീവിക്കുവാൻ ഇന്ന് പകൽ കർത്താവ് കൃപ ചെയ്യട്ടെ. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ പറയാനുണ്ട്. അനേക ദൈവങ്ങളോട് ഒരുമിച്ച് നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, പലതിനോട് പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എനിക്കൊരു വിരോധവുമില്ല, അത് അവരുടെ കാര്യം. പക്ഷെ നിങ്ങളെക്കുറിച്ച് പറയുകയാണ്, നിങ്ങളുടെ ആത്മാവ് ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. ഇന്ന് ഇവിടെ വരുന്ന സമയത്ത് ഗൗരവമുള്ള ഒരു രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെൻ്റെ അകത്ത് ചിന്തയുണ്ടായിരുന്നു. ഇന്നലെ മുതലേ ഉണ്ട് ചിന്ത, ഇന്ന് പ്രാർത്ഥിക്കും. ഇന്നിവിടെ വന്ന ശേഷം ഒരാളിനെ കണ്ടപ്പോൾ ഗൗരവമായി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് തോന്നി. നാളെ പ്രാർത്ഥിക്കാമെന്നൊരു അപ്പോയിൻമെൻറ്റും ചെയ്തു. എനിക്ക് തോന്നുന്നില്ല നാളെ വരേണ്ടി വരുമെന്ന്. ഇപ്പോഴത്തെ സാഹചര്യം കണ്ടിട്ട് ഇന്ന് തന്നെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. ദൈവം നമ്മെ ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ സമാധാനം തരത്തുള്ളൂ. ഇന്ന് പകൽ നമ്മുടെ ആത്മാക്കൾ ശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുതെന്ന് പറഞ്ഞവനോട് പറ, അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആശ്രയത്തിന് മറ്റൊരിടവുമില്ല, അങ്ങയുടെ പാദത്തിൽ മാത്രം ഞങ്ങൾ വരികയാണ്. ഇന്ന് പകൽ തൃപ്പാദത്തിൽ ആശ്രയിക്കുന്ന ദൈവവൈതലേ, നിങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ കാക്കണമെങ്കിൽ ഒന്ന്, നിങ്ങളുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടണം. അതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. രണ്ട്, നിങ്ങളുടെ ആത്മാവ് പ്രാണൻ, നിങ്ങളുടെ ജീവൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ പ്രാണൻ. എൻ്റെ ഇമോഷൻസ്, എൻ്റെ വികാരങ്ങൾ, എൻ്റെ സ്നേഹം, എൻ്റെ ദുഃഖം, ഇതെല്ലാം ഇമോഷൻസിൻ്റെ ഭാഗമാണ്. എൻ്റെ ഇമോഷൻസ് ഉൾക്കൊള്ളുന്ന ദ ബീയിങ് മീ, ഞാനെന്ന വ്യക്തിത്വം, ശരീരമല്ല, ആത്മാവല്ല, ഞാനെന്ന വ്യക്തിത്വം ശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടത്തിൻ്റെ ഒരു കോൺക്ലാമേറ്ററി എഫക്റ്റാണ് നമ്മളെന്ന് പറയുന്നവരുണ്ട്. അതിൻ്റെ എല്ലാം കൂടെ ഒരു ആകത്തുക. പാസ്റ്റർ വി. എ. തോമസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഭക്ഷിച്ച ആഹാരത്തിൻ്റെയും കുടിച്ച വെള്ളത്തിൻ്റെയും ജീവിക്കുന്ന ചുറ്റുവട്ടത്തിൻ്റെയും ഒരാകെ സമ്മറിയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, നാടോടുമ്പോൾ നടുവേ ഓടുന്ന പാർട്ടിയാണ്. നോ മോനെ, നിന്നോടുകൂടെ ആ ദൈവത്തിൻ്റെ സമാധാനം വസിക്കത്തില്ല. സമാധാനത്തിൻ്റെ ദൈവമായി ഇരിക്കണമെങ്കിൽ എൻ്റെ പ്രാണൻ ശുദ്ധീകരിക്കപ്പെടണം. ഇന്ന് പകൽ പറയാൻ കഴിയുമോ? എൻ്റെ പ്രാണൻ ദൈവത്തോടുകൂടെ ആയിരിക്കും. ശുദ്ധീകരിക്കപ്പെട്ട എൻ്റെ പ്രാണൻ, എൻ്റെ ബീയിങ്, എൻ്റെ വ്യക്തിത്വം, ഞാൻ ദൈവത്തോടുകൂടെ ആയിരിക്കും. എൻ്റെ പ്രാണൻ ശുദ്ധീകരിക്കപ്പെടും. മൂന്ന്, ദേഹവും, നിങ്ങളുടെ ദേഹം ശുദ്ധീകരിക്കപ്പെടണം. പുറമേ ഉള്ളതൊന്നും ദൈവം നോക്കുന്നില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ബൈബിൾ അറിയാൻ വയ്യാത്ത ആരോ പറഞ്ഞതാ. അവനെ വിട്ടുകള. അങ്ങനെ ദുരുപദേശം പറയുന്ന പലരുമുണ്ട്. അകമേയും പുറമേയും ഒരുപോലെ. നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ദേഹവും ഒരുപോലെ വിശുദ്ധീകരിക്കപ്പെട്ടിട്ട്. വായിച്ചു. അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം നിങ്ങൾ അനന്യമായി വെളിപ്പെടത്തക്കവണ്ണം നിങ്ങളെ കാക്കണം. സമാധാനത്തിൻ്റെ ദൈവമാണ് ദൈവം, യുദ്ധത്തിൻ്റെ ദൈവമാണ്. ഇന്നെൻ്റെ സബ്ജക്റ്റ് അതാ. അതേസമയം എന്തിനാണ് ദൈവം യുദ്ധം ചെയ്യുന്നത്? എന്നെ സമാധാനത്തിൽ കാക്കാനാ. എനിക്ക് തന്നെ സമാധാനത്തിൻ്റെ ദൈവമാണ്. സമാധാനത്തിൽ എന്നെ കാക്കണമെങ്കിൽ ദൈവം എന്നെ ശുദ്ധീകരിക്കണം. എവിടെയൊക്കെയാണ്? എൻ്റെ ആത്മാവ്, എൻ്റെ വ്യക്തിത്വം, എൻ്റെ ശരീരം, ഇത് മൂന്നിലും ശുദ്ധീകരിക്കപ്പെടണം. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വരവിൽ നിങ്ങൾ നിന്ദ്യരായി മാറും. നിങ്ങൾ അനന്യരായി വെളിപ്പെടേണ്ടതിന് അനന്യരായി, നിന്നയില്ലാത്തവരായി. അതിൻ്റെ എതിർപദം നിന്നയാണ്. ക്രിസ്തുവിൻ്റെ നാളിൽ നിന്നയില്ലാത്തവരായി മാറണമെന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിൻ്റെ നാളിൽ നിന്നയില്ലാത്തവരായി പുറത്തു വരണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അന്യരാകണമെങ്കിൽ നിങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവ് എന്നിവ ശുദ്ധീകരിക്കപ്പെടുകയും ആ ശുദ്ധിയിൽ കാക്കപ്പെടുകയും വേണം. അങ്ങനല്ലേ വാക്യം? ഒന്നുകൂടെ വായിച്ചാട്ടെ, താവോട്ട് വായിച്ചു.
ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നാം കാക്കപ്പെടുമാറാകണം. അങ്ങനെ തന്നെ കാവലിലായിരിക്കണം. ഞാൻ പണ്ടൊരിക്കൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അന്യഭാഷ സംസാരിച്ചു. എൻ്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ, പുതുക്കങ്ങൾ അതുപോലെ കാക്കപ്പെടുവാൻ 1000 പേർ സുവിശേഷത്തിൻ്റെ പുറകെ ഇറങ്ങിയെങ്കിൽ അതിനകത്ത് 1000 പേരും കാക്കപ്പെടുന്നില്ല, 500 എങ്കിലും വീണിരിക്കും. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, മുന്തിയ മാനസാന്തരം 3 മാസം. ഞാൻ മാനസാന്തരപ്പെട്ടത് ജീവപര്യന്തം കൊണ്ടുപോകുവാൻ നമ്മെ കാക്കുന്നവനായ ദൈവം. എങ്കിൽ ഇതിനെതിരെ ശക്തമായൊരു പോരാട്ടമുണ്ട്. ഈ വിശുദ്ധിയിൽ എന്നെ കാക്കപ്പെടുന്നതിന് വിരോധമായി ശക്തിയേറിയൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യുദ്ധവീരനാണ് യഹോവ. ഒരാശയം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം എല്ലാം കൂടെ തൊട്ടുകൊണ്ട് വന്നത്. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യുദ്ധവീരനാണ് എൻ്റെ ദൈവം. എങ്കിൽ ഈ മണ്ഡലങ്ങളിലെല്ലാം പിശാച് യുദ്ധം ചെയ്യും. ഈ മണ്ഡലങ്ങളിലെല്ലാം എന്നെ തെറിപ്പിച്ച് കളയുവാൻ പിശാച് ശ്രമിക്കും. പഴയ നിയമത്തിൽ നിന്ന് അക്ഷരീക ഉദാഹരണങ്ങൾ തിരുവചനം നിരത്തിവെച്ചു. ആത്മീക വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടതിനു വേണ്ടി അക്ഷരീക ഭൗതിക വിഷയങ്ങൾ നിരത്തിവെച്ചു. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അത് കണ്ടെങ്കിലേ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഒരു കണക്ക് എനിക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാകത്തില്ലെങ്കിൽ അത് എഴുതി കാണിക്കും. ആ കടലാസിലല്ല ഗൗരവമുള്ളത്, എനിക്ക് പറഞ്ഞു തന്ന എൻ്റെ മനസ്സിനകത്ത് പതിയേണ്ട കാര്യമാണ്. പക്ഷെ കടലാസിൽ കണ്ടെങ്കിലേ മതിയാകത്തുള്ളൂ. 1, 2, 10 വരെ എണ്ണാൻ പ്രയാസമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നഴ്സറിയിലും 1ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ 10 കോയിനുകൾ കൊടുക്കും, അല്ലെങ്കിൽ 10 കട്ടകൾ ഇട്ട് കൊടുക്കും. 1, 2, 3 എന്ന് എഴുതാൻ പഠിക്കാൻ. ആ കട്ടകളല്ല 1, 2, 3 അത് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ആത്മീക കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതിന് ഭൗതിക കാര്യങ്ങൾ കാണിച്ചു തന്ന് നമ്മെ പഠിപ്പിച്ചതാണ് പഴയ നിയമം. ആ പഴയ നിയമത്തിൽ നിന്ന് അകത്തോട്ട് കയറാൻ പോകാം. ദൈവത്തിൻ്റെ യുദ്ധ ആയുധങ്ങൾ. ഞാനിത് പറയുമ്പോൾ തന്നെ ഇതിനൊരു ഭൗതിക അർത്ഥം കൂടെ ഉണ്ട് എന്ന് തറപ്പിച്ച് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഇതിനൊരു ഭൗതിക അർത്ഥം കൂടെ ഉണ്ട്. ഭൗതിക മണ്ഡലത്തിൽ യുദ്ധം നടക്കുന്ന ഇടങ്ങളിൽ ദൈവം ഇതേ ആയുധം ഉപയോഗിക്കും. അത് എനിക്കും നിങ്ങൾക്കും വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. 100 ആയുധങ്ങൾ ദൈവവചനത്തിൽ ഉണ്ടായിരിക്കാം. എൻ്റെ ഹൃദയത്തിനകത്ത് മുഴച്ചു നിൽക്കുന്ന ചിലത് നിങ്ങളുടെ മുമ്പിൽ തരുവാൻ ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ചിലത് ഞാൻ പെറുക്കി വെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. 1, കൺഫ്യൂഷൻ ദൈവത്തിൻ്റെ പ്രധാന ആയുധമാണ്. അങ്ങനെയാണെങ്കിൽ പിശാചും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. മറക്കരുത്, പിശാചും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ദൈവം സൃഷ്ടിക്കുന്ന സകലതും പിശാചും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അന്യഭാഷ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. കാരണം ഒരു ഒറിജിനൽ ഉള്ളത് കൊണ്ട്. അതിനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു ഒറിജിനൽ ഉള്ളതിന് മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളൂ. രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ഒറിജിനലാണ്, അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും. ഞാനും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, പക്ഷേ മറ്റു പല കാര്യങ്ങളും എനിക്കുണ്ട്. നോ മോനെ, അത് ഡ്യൂപ്ലിക്കേറ്റാണ്. ദൈവത്തിന് ഒരായുധമുണ്ടെങ്കിൽ അതേ ആയുധത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പിശാച് ഉപയോഗിക്കും. കൺഫ്യൂഷൻ ദൈവം 1ാമത് ഭൂമിയിൽ ഉപയോഗിച്ചു എന്ന് തെളിവുള്ള ഒരായുധമാണ്. ഒത്തിരി ആയുധങ്ങളുണ്ട്, അതിൽ ഒരായുധം ദൈവം ഈ ഭൂമിയിൽ ഉപയോഗിച്ചതാണ്. ഓർക്കുന്നുണ്ടായിരിക്കും. ആ കൺഫ്യൂഷന് 2 ഭാഗമായി ഞാൻ എടുക്കാൻ പോകാം. 1, ദൈവം ജനത്തിൻ്റെ ഭാഷ കലക്കി. ആരംഭത്തെങ്കിൽ ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ആദമും ദൈവവും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആദമും ഹൗവയും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആദമും മക്കളും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഏതോ ഒരു ഭാഷ അവർക്കുണ്ടായിരുന്നു. എനിക്കറിഞ്ഞുകൂടെ ഏത് ഭാഷയായിരുന്നു. മലയാളം അല്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. ഏതോ ഒരു ഭാഷ അവർ തമ്മിൽ സംസാരിച്ചിരുന്നു. ആ ഭാഷ ലോകം മുഴുവനും സംസാരിക്കുന്ന ഭാഷയായിരുന്നു. അതേ സമയത്ത് അവിടെ വ്യത്യസ്ത ഭാഷകൾ ഉണ്ടായിരുന്നു, യാതൊരു സംശയവുമില്ല. ഈ പല ഭാഷകൾ സംസാരിക്കുന്നവർ ഒരുമിച്ച് കൂടി ഒരു ബാബേൽ കോട്ട പണിയുവാൻ അവർ തീരുമാനിക്കുകയും ബാബേൽ ഗോപുരം, ഞാൻ നിമ്രോദിൻ്റെ ചരിത്രം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് പവർ പോയിൻറ്റിൻ്റെ സഹായത്തോടുകൂടെ. നിമ്രോദിൻ്റെ കാലത്ത് അവരൊരു ഗോപുരം പണിയുവാൻ ഒരുമിച്ച് കൂടി. കെട്ടിടത്തിൻ്റെ പണി ഉയർന്നു. ആ കെട്ടിടത്തിൻ്റെ പണി വളർന്നു വന്നപ്പോൾ യഹോവയായ ദൈവം തന്നെ പറഞ്ഞു, വരുവീൻ. ദൈവത്തിൻ്റെ ത്രിയേകത്വത്തെ കൂടെ കാണിക്കാൻ ഞാൻ ആ ഭാഗം ഉപയോഗിക്കാറുണ്ട്. ദൈവം ഏകനാണെന്ന് പറയുമ്പോൾ തന്നെ ബഹുവചന രൂപവും തനിക്കുണ്ട്. വരുവീൻ, നമുക്കൊന്നു പോയി ഭൂമിയിൽ നടക്കുന്നത് എന്താണെന്ന് കാണാമെന്ന് പറഞ്ഞ് ദൈവം ബഹുവചന രൂപത്തിൽ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മൾ വിളിക്കും, ആ ഭാവത്തിൽ ഇറങ്ങി ഭൂമിയിലേക്ക് വന്നു. 11:7 എന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 11:7. ചില വാക്യങ്ങൾ വായിച്ചു പോവാം, ഒത്തിരി എണ്ണം ഞാൻ പറഞ്ഞു പോവാം.
വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളയുക എന്ന് അരുളി ചെയ്തു. ജനത്തിൻ്റെ ഇടയിൽ ഭാഷ കലക്കി കൺഫ്യൂഷൻ ഉണ്ടാക്കുക, സഭകളെ ഭിന്നിപ്പിക്കുവാൻ, നശിപ്പിക്കുവാൻ പിശാച് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ്. ബ്രിങ് കൺഫ്യൂഷൻ. ജനത്തിൻ്റെ ഇടയിലേക്ക് കൺഫ്യൂഷൻ കൊണ്ടുവരുന്നത് ദൈവമാണ് ആദ്യം ചെയ്തത്. അത് ദൈവിക ആയുധമാണ്. ഇന്ന് നിങ്ങൾക്കെതിരെ ഒരു ശത്രു ഉയരുന്നുവെങ്കിൽ ദൈവം ഉപയോഗിക്കേണ്ട ഒന്നാമത്തെ ആയുധം ഘടകകക്ഷികളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഇടുക, അവർക്ക് അന്യോന്യം മനസ്സിലാകാതെ പോകുക, ഭാഷ മനസ്സിലാക്കാതിരിക്കുക. ഞാനിത് പരസ്യമായി പറയണ്ട എന്ന് പല ആവർത്തി ഓർത്തു. പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു. ആ പദമാണ് ഞാൻ പറഞ്ഞത്. 1-2 മാസം കഴിഞ്ഞിട്ട് മതിയെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ടു ലേറ്റ്. അത് വരാതിരിക്കേണ്ടതിന് ഓൺ ടൈം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നു മുതൽ ദൈവമക്കൾ ഇത് ഓർത്തിരിക്കുക. നമ്മോട് എതിർക്കുവാൻ വരുന്ന ശത്രുവിനെ അവൻ്റെ പണിയിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതിന് ദൈവമെടുത്ത ഒന്നാം മെത്തേഡ് അവൻ്റെ ഭാഷ കലക്കുകയായിരുന്നു. ബ്രിങ് കൺഫ്യൂഷൻ. ദൈവസഭയ്ക്ക് വിരോധമായി, ദൈവിക പ്രവർത്തനത്തിന് വിരോധമായി ഭാരതത്തിൻ്റെ മണ്ണിൽ ഉയരുന്ന ശക്തികളെ ദൈവം നേരിടേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ വി ഇൻവോക്ക് കൺഫ്യൂഷൻ. ദൈവനാമത്തിൽ ഞാനത് പ്രസ്താവിക്കട്ടെ. ഐ മീൻ ഇറ്റ്. കുറച്ച് പേർക്ക് മനസ്സിലാകും ഞാൻ എന്തോ പറയുന്നത്. ദൈവജനത്തെ ഉപദ്രവിക്കേണ്ടതിന് ജാതികൾ ഒരുമിച്ച് വട്ടം കൂടുമ്പോൾ ശപിക്കപ്പെട്ടവനെക്കുറിച്ച് ബൈബിൾ പറയുന്ന ഒരു പദം കൂടെ ഓർത്തോണം. ശപിക്കപ്പെട്ടവനെക്കുറിച്ച് ബൈബിൾ പറയുന്ന ഒരു പദം, നിനക്കെതിരെ വരുന്ന ശത്രു 7 ഇടത്തു നിന്ന് വരുന്നവൻ ഒരുമിച്ച് ചേരും. അനുഗ്രഹിക്കപ്പെട്ടവനെക്കുറിച്ച് ദൈവം പറഞ്ഞു, നിനക്കെതിരെ വരുന്ന ശത്രുവിനെ ഞാൻ 7 വഴിയായി ഓടിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുവിന് ഞാൻ കൺഫ്യൂഷൻ ഇടും. നിനക്കെതിരെ വരുന്ന ശത്രുവിനെ ഞാൻ ഭിന്നിപ്പിച്ച് കളയും. ദ സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ. ശപിക്കപ്പെട്ടവനോട് പറഞ്ഞു, നീ 7 വഴിയായി തിരിഞ്ഞോടും, നിന്റെ ശത്രു ഒരുമിച്ച് നിൽക്കും. ഇന്ന് പകൽ ദൈവസഭ പറ, ഞങ്ങളൊരു പ്രതികൂലത്തിൻ്റെ മുമ്പിലാണെങ്കിൽ, ഞങ്ങൾ പ്രശ്നങ്ങളുടെ നാളുകളുടെ മുമ്പിലാണെങ്കിൽ, കർത്താവേ, ദ സ്പിരിറ്റ് ഓഫ് വൺനെസ് ഞങ്ങളുടെ മേൽ വരികയും ദ സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ ശത്രുവിൻ്റെ മേൽ പോകുകയും ചെയ്യട്ടെ. ഒന്നാമത്തേത് ദൈവം ചെയ്തത് ഭാഷ കലക്കി. അല്ല, അതിനു മുമ്പേ ഉണ്ട്. നോഹയുടെ കാലത്ത് പ്രകൃതി ശക്തികളെ ദൈവം ഉപയോഗിച്ചു. ഞാൻ അവിടെ പ്രകൃതി ശക്തിയിൽ ഞാൻ തിരിച്ചു വരും. എന്നാൽ ആദ്യമേ ഇന്ന് ഞാൻ എടുക്കുന്ന മെത്തേഡ്സ് ഓഫ് ഗാഡ്, ആയുധങ്ങൾ, ദൈവിക ആയുധങ്ങൾ. ഒന്ന്, സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ. ഇന്ന് പകൽ ദൈവജനത്തിനും ദൈവസഭയ്ക്കും, കേവലം ബേഥേലിൻ്റെ അല്ല ഞാൻ പറഞ്ഞത്, ദൈവസഭകൾക്ക് വിരോധമായി ഉയരുന്ന ശക്തികളുടെ ഘടകകക്ഷികൾ തമ്മിത്തല്ലി പിരിയുവാൻ, അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുവാൻ ഭാഷ കലക്കിയവനായ ഇന്നും ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സഭയ്ക്കകത്ത് ദൈവം ഒരു ഐകമത്യത്തിൻ്റെ ആത്മാവിനെ തരട്ടെ. കൺഫ്യൂഷൻ രണ്ടാമത്തെ ഭാഗത്തേക്ക് തിരിയുക. ഒന്ന്, ഭാഷ കലക്കി ദൈവം കൺഫ്യൂഷൻ ഉണ്ടാക്കി. രണ്ടാമത്തേത്, രണ്ടാം ഭാഗത്തേക്ക് തിരിയുകയാണ്. ദിനവൃത്താന്തങ്ങളുടെ വായിക്കണ്ട, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യഹോശാഫാത്ത് രാജാവ് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. യഹോശാഫാത്തിന് വിരോധമായി അനേക ശത്രുക്കൾ ഒരുമിച്ചുകൂടി. അവരെല്ലാം കൂടെ രാജാവിനെ വിഴുങ്ങിക്കളയും എന്ന ഭാവത്തിലായി. തൻ്റെ ശത്രുരാജാവിൻ്റെ ആളുകളെ വിട്ട് ജനത്തിൻ്റെ നടുവിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുവാൻ ശത്രു ഈ ആയുധം ഉപയോഗിക്കും. ജനത്തിൻ്റെ നടുവിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുവാൻ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ ഇന്നത്തെ ശൈലി പറഞ്ഞ ഒരു മൈക്ക് അനൗൺസ്മെൻ്റ് അവർ നടത്തി. നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുന്നെങ്കിൽ മണ്ടത്തരമാണ് കാണിക്കുന്നത്. ജാതികളുടെ ദേവന്മാരിൽ ഏത് ദേവൻ എൻ്റെ കയ്യിൽ നിന്ന് ജനത്തെ വിടുവിച്ചിട്ടുണ്ട്? എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കത്തക്ക ഒരു ദൈവമില്ല. അനേക ജാതികളെ തകർത്തവനാണ് ഞാൻ. ശത്രുരാജാവിൻ്റെ പ്രഖ്യാപനമാണ്. അനേക രാജ്യങ്ങളെ തകർത്തവനാണ്. അതെ, അന്ന് ലോകത്തെ മുഴുവനും നശിപ്പിച്ച ചക്രവർത്തിയാണ് ഈ വെല്ലുവിളിക്കുന്നത്. തേണ്ട യഹോശാഫാത്ത് ദൈവസന്നിധിയിൽ താണു. തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രവാചകന്മാർ പ്രാർത്ഥിച്ച് ഇങ്ങനെ പറഞ്ഞു, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ജയിച്ചിരിക്കും. യഹോശാഫാത്ത് തൻ്റെ ഔദ്യോഗിക വസ്ത്രം മാറ്റിവെച്ചു. തന്നെ ദാവീദ് ചെയ്തതുപോലെ ഒരു സാധാരണ വസ്ത്രം ധരിച്ചു. ദൈവസന്നിധിയിൽ നൃത്തം ചെയ്യുവാനായി ഇറങ്ങി. താൻ തന്നെ ദൈവസന്നിധിയിൽ നൃത്തം ചെയ്തു, ദൈവത്തെ ആരാധിച്ചു. ദൈവത്തെ അവർ ആരാധിക്കുമ്പോൾ തേണ്ട ശത്രുരാജാവിനൊരു കൺഫ്യൂഷൻ. എവിടെയെങ്കിലും ഇടിമുഴങ്ങി കാണാമെന്ന ചരിത്രം പറയുന്നത്, അല്ലെങ്കിൽ ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് ഒരു ഇടിമുഴക്കമുണ്ടായി. പിന്നെ ഇവരുടെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ശബ്ദം ഉയർന്നു. ഇത് രണ്ടും കൂടെ ശത്രു കേട്ടപ്പോൾ അവർ പറഞ്ഞു, എടാ, ഒരുപാട് ശത്രു ഐ എം സോറി,
ദേശത്ത് മുഴുവനും കുഴികൾ കുഴിക്കുക, കുഴിയിൽ വെള്ളം നിറയും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ ക്ഷമിക്കണം. അവർക്ക് കുടിക്കേണ്ടതിന് വെള്ളമില്ലാതെ വന്നതുകൊണ്ട് എന്തു വേണമെന്ന് ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, ദേശത്തെല്ലാം കുഴി കുഴിക്കാൻ പറഞ്ഞു. ദേശത്തെല്ലായിടവും കുഴി കുഴിച്ചു. ആ കുഴികളിൽ വെള്ളം വന്ന് നിറഞ്ഞു. ദേശം മുഴുവനും വെള്ളം കൊണ്ട് മൂടി. ആ സമയത്ത് സൂര്യരശ്മി ഈ വെള്ളത്തിൻ്റെ മീതെ അടിച്ചു. ശത്രുരാജാക്കന്മാർ കണ്ടവർ ഒരു നിഗമനത്തിലെത്തി. യാതൊരു യാഥാർത്ഥ്യവുമില്ലാത്തൊരു നിഗമനം. കൺഫ്യൂഷൻ്റെ ഒരു വശം ഞാൻ പറഞ്ഞു, ഭാഷ കലങ്ങി. രണ്ടാമത്തെ വശത്തോട്ട് തിരിയുകയാണ്. വെള്ളത്തിൻ്റെ മേൽ സൂര്യരശ്മി അടിച്ചുടനെ അവിടുന്ന് പ്രതിഫലിച്ച പ്രകാശത്തിൻ്റെ കിരണങ്ങൾ കണ്ട് ശത്രുരാജാവ് പറഞ്ഞു, തെണ്ടേ, ഇസ്രയേൽ ജനം അവരോടുകൂടെ ചേർന്ന് യുദ്ധം ചെയ്യേണ്ടതിന് വേണ്ടി കുറേ ശത്രുക്കളെ വിളിച്ചിരുന്നു, കുറേ രാജാക്കന്മാരെ വിളിച്ചിരുന്നു. അതിൻ്റെ തലേ ദിവസം കുറേ ഇടിമുഴക്കങ്ങളും മറ്റും ഉണ്ടായി. ഇടിമുഴക്കം അവിടെയാണ് വന്നത്. കുറേ ഇടിമുഴക്കങ്ങളും മറ്റും ഉണ്ടായി. അത് കേട്ടുടനെ ശത്രുക്കൾ പറഞ്ഞു, തേണ്ട, ഇസ്രയേൽ രാജാവ് ചുറ്റുവട്ടത്തിൽ നിന്ന് പല സൈന്യങ്ങളെ നമ്മളോട് യുദ്ധം ചെയ്യാൻ കൂലിക്ക് വാങ്ങിയിരിക്കുക. കൂലിപ്പട്ടാളം എല്ലാം കൂടെ ചേർന്നാണ് നമുക്കെതിരെ വരുന്നത്. കൂലിപ്പട്ടാളമല്ലേ, നമുക്ക് പിടിച്ചു നിൽക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് തേണ്ടി വെള്ളത്തിൻ്റെ മേൽ സൂര്യരശ്മി അടിച്ച് പ്രകാശം കാണുന്നത്. അവർക്കത് കണ്ടപ്പോൾ ഒരു തോന്നൽ, അത് രക്തം ഒഴുകുക കാണുന്നത്. വെള്ളത്തിൻ്റെ മേൽ വെറും വെള്ളമാണ് ഒഴുകുന്നത്. ആ വെള്ളത്തിൻ്റെ മേൽ സൂര്യരശ്മി തട്ടി പ്രതിഫലിക്കുകയാണ്. ഇത് കണ്ടവന് തെറ്റായ ഒരു നിഗമനത്തിലെത്തി. യാതൊരു യാഥാർത്ഥ്യവുമില്ലാത്ത തെറ്റായ ഒരു നിഗമനത്തിലെത്തി. ഇത് രക്തമാണ് ഒഴുകി വരുന്നത്. അപ്പം ബുദ്ധിയുള്ളവൻ ചിന്തിച്ചു, എവിടുന്നാണ് രക്തം വരാൻ സാധ്യത? എടാ, ഇന്നലെ ആരവം കേട്ടില്ലേ സൈന്യത്തിൻ്റെ? അയ്യോ, ആകാശത്ത് ഇടിമുഴങ്ങിയതാണ് നിങ്ങൾ ഇന്നലെ കേട്ടത്. ഇന്നലെ നമ്മൾ തെറ്റിദ്ധരിച്ചത്, ആകാശത്ത് ഇടിമുഴങ്ങിയതിനെ തെറ്റിദ്ധരിച്ചത് സൈന്യങ്ങളാണെന്നാ. അവന്മാർ തമ്മി തല്ലിയതാടാ, അവരന്യോന്യം കൊന്നതാടാ. ആ രാജാക്കന്മാർ, സൈന്യങ്ങൾ അന്യോന്യം യുദ്ധം ചെയ്ത് കൊന്നു കളഞ്ഞു. അവരുടെ രക്തമാടായി ഒഴുകി വരുന്നത്. അങ്ങനെ അന്ന് നമുക്കിനി യുദ്ധം ചെയ്യേണ്ട കാര്യമേ ഇല്ല. തേണ്ട, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു. ശത്രുവിൻ്റെ ദൈവം അവന് വേണ്ടി ചെയ്തു. തേണ്ട, യുദ്ധം ഇനി ആവശ്യമില്ല, നമുക്ക് നേരെ കൊള്ളയിടാൻ കയറാം, അവിടുന്ന് കവർച്ച എടുത്തുകൊണ്ട് വരാം. അവർ യുദ്ധായുധങ്ങൾ താഴെ വെച്ച് കൊള്ളയ്ക്ക് വേണ്ടി ഇറങ്ങി. കൺഫ്യൂഷൻ്റെ രണ്ടാം ലെവലാണ് ഞാൻ തൊടുന്നത്. ദൈവത്തിൻ്റെ പ്രധാന ആയുധങ്ങളിൽ ഒന്നാണ് കൺഫ്യൂഷൻ. ഒന്ന്, ഭാഷ കലക്കി അവർക്ക് അന്യോന്യം മനസ്സിലാകാതെ പോയി. രണ്ട്, തെറ്റായ നിഗമനങ്ങളിലെത്തുവാൻ. അതിന് ഇടിമുഴക്കമുണ്ടായി, വേറെ ഉണ്ടായിട്ടുണ്ട്. രണ്ട്, വെള്ളം കണ്ടപ്പോൾ രക്തമാണെന്ന് തോന്നുവാൻ സൂര്യപ്രകാശത്തിൽ നിന്ന് നിഗമനങ്ങളിലെത്തി. ആ നിഗമനങ്ങളിൽ ആശ്രയിച്ച് അവരായുധം വെച്ച ശേഷം തേണ്ട കവർച്ചയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു. ഇസ്രായേൽ ആ സാഹചര്യത്തിൽ ജയിച്ചു. നമ്മുടെ ശത്രുവിനെതിരെ വ്യത്യസ്ത രീതികളിലുള്ള തെറ്റായ തോന്നലുകൾ ഉണ്ടാക്കിക്കൊണ്ട് ശത്രുവിൻ്റെ മേൽ ജയം കൊടുക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് മറക്കരുത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 17 മുതൽ 23 വരെയുള്ള വാക്യം വായിച്ചാൽ വീണ്ടും ഈ തെറ്റായ ധാരണകൾ, ഈ തോന്നലുകൾ നമുക്ക് കാണുവാൻ കഴിയും. അതൊന്നുകൂടെ വായിക്കണ്ട, അതൊന്നുകൂടെ വിശദീകരിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ മേൽ സൂര്യപ്രകാശം അടിച്ചത് രക്തമെന്ന് തോന്നി അവരാകെ മാറി. മേഘത്തിൽ ഇടിമുഴങ്ങി. ഞാൻ 2 കാര്യം ഒരുമിച്ചാണ് തൊടുന്നത്. മേഘത്തിൽ ഇടിമുഴങ്ങി, അത് ശത്രുവിൻ്റെ ആരവമാണ്, ഏതോ സൈന്യങ്ങളുടെ ബഹളമാണ് എന്നവർ തെറ്റിദ്ധരിച്ചു. ഇങ്ങനെ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം പോലും സൈന്യത്തിൻ്റെ ശബ്ദമെന്ന് തെറ്റിദ്ധരിപ്പിച്ച ആശയങ്ങളിൽ കുഴച്ചു കളഞ്ഞവനായ ദൈവം ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്ക് വിരോധമായി വരുന്ന ശത്രുവിനെ തിരിച്ചുവിടേണ്ടതിന് വേണ്ടി, വഴിതെറ്റിച്ചു വിടേണ്ടതിന് വേണ്ടി കൺഫ്യൂഷനുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ ദൈവമായി സമാധാനത്തിൽ നമ്മെ നടത്തുവാൻ കഴിയുന്ന നിത്യപിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പക്ഷേ ആ ചിന്ത നമ്മുടെ അകത്തിരിക്കുമ്പോൾ മറക്കരുത്, ആത്മാവിലും വ്യക്തിത്വത്തിലും ശരീരത്തിലും ഒരുപോലെ വിശുദ്ധീകരണം പ്രാപിച്ച് അനിന്യരായി തുടർന്നെങ്കിൽ മാത്രമേ ഈ കൃപ നമ്മിൽ കാണുകയുള്ളൂ. ആകയാൽ നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം ഈ സാഹചര്യങ്ങളുടെ നടുവിൽ എന്ന് മറക്കരുത്. ദാനിയേൽ പ്രവാചകന് പണ്ടൊരിക്കൽ രാജസന്നിധിയിൽ നിന്ന് ചില സ്വപ്നങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ടായിരുന്നു. ദാനിയേലിനത് അറിഞ്ഞുകൂടാ. ദൈവം എഴുതുന്ന ഒരു എഴുത്ത് വായിക്കേണ്ടതുണ്ടായിരുന്നു. ദാനിയേലിനത് അറിഞ്ഞുകൂടാ. പക്ഷെ അതിനുവേണ്ടി ദാനിയേലിനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ദേഹി ആത്മാവ് ഒരുപോലെ ദൈവസന്നിധിയിൽ വിശുദ്ധമാകേണ്ടതിന് ഭക്ഷണമേശയെങ്കിൽ വർഷങ്ങൾക്ക് മുന്നമേ കർത്താവ് ക്രമീകരണം കൽപ്പിച്ചു.
ദാനിയേൽ തൻ്റെ കൂടെയുള്ളവരും വിളിച്ചു പറഞ്ഞു, രാജാവ് ഭക്ഷിക്കുന്ന ആഹാരം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും ഞങ്ങളെ തന്നെ മലിനപ്പെടുത്തുകയില്ല. കാര്യം ഞങ്ങൾ വേറെ ഒരു ദൈവത്തിൻ്റെ വകയാണ്. ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവ് ദൈവത്തിന് വേണ്ടി വിശുദ്ധിയിൽ സൂക്ഷിക്കപ്പെടേണ്ടവരാണ്. അനന്യരായി സൂക്ഷിക്കപ്പെട്ടവനെ പിന്നത്തേതിൽ ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചു. നമുക്ക് അനന്യരായി ദൈവസന്നിധിയിൽ ഒന്ന് നിൽക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ കർത്താവ് അരാമ്യ സൈന്യത്തെ രഥങ്ങൾ വായിച്ചുകൊണ്ടിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 6-ാമത്തെ വാക്യം. കൺഫ്യൂഷൻ്റെ വ്യത്യസ്ത ഏരിയകൾ ഞാൻ എടുക്കുകയാണ്. പറഞ്ഞു കഴിഞ്ഞതാ വായിച്ചു. കർത്താവ് ആരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിച്ചിരുന്നത് കൊണ്ട് അവർ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്യ രാജാക്കന്മാരെയും മിസ്രൈം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെയെങ്ങും ഒരു ഹിത്യ രാജാവും വന്നിട്ടില്ല, അവിടെയെങ്ങും ഒരു മിസ്രൈം രാജാവും വന്നിട്ടില്ല. സംഭവിച്ചത് ആകാശത്ത് ഇടിമുഴക്കം ഉണ്ടായതാണ്. ആകാശത്ത് മുഴങ്ങിയ ഇടി കേട്ടവൻ തെറ്റിദ്ധരിച്ചു. ഈ ദിവസങ്ങളിൽ അനേക തെറ്റിദ്ധാരണകൾ ദൈവജനത്തിൻ്റെ നടുവിലിടുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ പിശാചേ, സ്റ്റോപ്പ് ഇറ്റ്. അത് നിനക്കെതിരെ എൻ്റെ ദൈവം ഉപയോഗിക്കുന്ന ആയുധമാണ്. ആ കൺഫ്യൂഷൻ നിന്റെ കോളനിയിൽ മതി, നമ്മുടെ ഇടയിൽ അതിൻ്റെ ആവശ്യമില്ല. അടുത്തത്, മനോഭീതി കൊണ്ട് ദൈവം ശത്രുവിനെ തോൽപ്പിച്ചതായി കാണുന്നുണ്ട്. മനോഭീതി, ഒരു ശ്രുതി മാത്രം മതി. വായിക്കാം 2 രാജാക്കന്മാർ 19:7. 2 രാജാക്കന്മാർ 19:7. ഞാൻ അവന് ഒരു മനോവിഭ്രമം വരുത്തും, അവൻ ഒരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. ശക്തിയേറിയ രാജാവ്, മറ്റൊരു രാജാവ് ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി വരികയാണ്. ആ വരുന്ന വരവിന് ദൈവം പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക, എൻ്റെ ജനം പേടിക്കണ്ട എന്ന് പറ. ഈ ദൈവം എന്നും തൻ്റെ പ്രവാചകന്മാരെ അയച്ച് തൻ്റെ ജനത്തെ ബലപ്പെടുത്താറുണ്ട്. ഇത് പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും ഇത് തന്നെയാണ്. ദൈവം സഭയിൽ 1-ാമത് അപ്പസ്തോലൻ, 2-ാമത് പ്രവാചകൻ, 3-ാമത് സുവിശേഷകൻ, 4-ാമത് ഇടയൻ, 5-ാമത് അധ്യാപകൻ എന്ന 5 വിഭാഗത്തെ നിയമിച്ചിരിക്കുന്നത് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ പൂർണ്ണ രൂപം പ്രാപിക്കുവോളം, ക്രിസ്തുവിൻ്റെ യഥാർത്ഥ രൂപത്തിൽ എത്തുവോളം സഭയിൽ വെച്ചിരിക്കുന്ന തത്വമാകയാൽ ഇന്ന് പകൽ അറിയുക, നമ്മോടും വിളിച്ചു പറയുവാൻ ദൈവം അയക്കുന്ന പ്രവാചകന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞ പ്രവചനം കേട്ടു. ഞാൻ അവന് ഒരു മനോവിഭ്രമം വരുത്തും, അവനൊരു ശ്രുതി കേട്ടിട്ട് വന്ന ദേശത്തേക്ക് മടങ്ങിപ്പോകും. ഇസ്രായേലിനോട് യുദ്ധത്തിന് വേണ്ടി വന്നവൻ്റെ രാജ്യം ആക്രമിക്കാൻ വേറൊരു രാജാവ് വന്നു. ഒരു ശത്രുവിനെതിരെ വേറൊരു ശത്രുവിനെ കൊണ്ടുവരിക. ആ ശത്രുവിൻ്റെ വരവിനെക്കുറിച്ച് കേട്ടതോടുകൂടെ തൻ്റെ ശത്രുവായി വന്ന രാജാവ് തിരിച്ചവൻ്റെ ദേശത്തേക്ക് പോയി തൻ്റെ സ്വജനം സ്വതന്ത്രമായി കൺഫ്യൂഷനുകൾ അയക്കുന്നവനായ ദൈവം. ഞാൻ ആവർത്തനം 7:23 വായിക്കുന്നില്ല. നിന്റെ ദൈവമായ യഹോവ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അതുവരെ ഞാൻ അവന് ഒരു മഹാപരിഭവം കൊടുക്കും, മനോവിഭ്രാന്തി ഞാൻ ശത്രുവിന് കൊടുക്കും. നിങ്ങളോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഇറങ്ങി വരുന്ന പലതും മനോവിഭ്രാന്തിയിൽ തകരുവാൻ ഞാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞാനിതിനു മുമ്പ് ഇവിടെ പല പ്രാവശ്യം തൊട്ടിട്ടുള്ള എന്തോ ഇതൊക്കെ വീണ്ടും പറയാൻ എൻ്റെ അകത്ത് അതുപോലൊരു പ്രേരണ പരിശുദ്ധാത്മാവ് തരുന്നത് കൊണ്ടാണ് ഇന്നിത് പറയുന്നത്. ഇഫ് നോട്ട്, ഇറ്റ് മേ ബി ടു ലേറ്റ്. ഇവിടെ അടുക്കൽ ജലഹലി എന്ന് പറയുന്ന സ്ഥലത്ത് ഷാരോൺ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് എന്നറിയപ്പെടുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചർച്ച് ഉണ്ട്. നമ്മളോട് ഏറ്റവും അടുത്ത അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചർച്ച് ആ സൈഡിലോട്ട് അതാ. അവിടെ പോകുന്ന അംഗങ്ങൾ, ഞാനവിടെ പോയിരുന്നയാളാണ്. നേരത്തെ ഞാൻ അവിടെയായിരുന്നു ആരാധിച്ചിരുന്നത്. ഇനിയും അവിടെ പോയിട്ടുള്ളവർ ഇതിനകത്ത് കണ്ടേക്കാം. അവിടെ ഒരിക്കൽ അടുത്ത ഞായറാഴ്ച സഭായോഗം നടത്തുകയില്ല എന്ന് പറഞ്ഞ് ഒരു വെല്ലുവിളി ഉയർന്നു. ഞാൻ നന്നായി ഓർക്കുന്നു. അടുത്ത ഞായറാഴ്ച സഭായോഗം നടക്കത്തില്ല, ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് നാട്ടുകാരിൽ ചില ഗുണ്ടകൾ ഇളകിയ ഒരു ചരിത്രം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പോലീസ് കമ്മീഷണറായിട്ടിരുന്ന മനുഷ്യനെ നമ്മളൊക്കെ നന്നായി അറിയുന്നയാളായിരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, സാർ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞാൻ അന്ന് ചർച്ചിൻ്റെ സെക്രട്ടറിയാണ്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, വർഗീസ് അവിടെ ചെല്ലുന്നതിന് മുമ്പേ ആംഡ് പോലീസ് അതിൻ്റെ മുന്നേ കാണും, തോക്കുധാരികളായ പോലീസുകാർ അവിടെ കാണും, ഞാൻ അയക്കാം. പക്ഷേ ഒരാഴ്ചത്തേക്ക് അതിൽ കൂടുതൽ തരത്തില്ല. കാര്യം സഭയ്ക്ക് കാവൽ നിൽക്കുന്നത് ദൂതന്മാരുടെ ജോലി, അവരെ വിളിച്ചേൽപ്പിക്കുക, അത് പോലീസിൻ്റെ പണിയല്ല. നല്ലൊരു ആശയം അതല്ലേ? സഭയ്ക്ക് കാവൽ നിൽക്കുന്ന ദൂതന്മാരുടെ പണി, അവരെ വിളിച്ചേൽപ്പിച്ചോണം. പിന്നെ നീ ചോദിച്ചതുകൊണ്ട് ഞാൻ ഒരാഴ്ചത്തേക്ക് കാവൽ തരാം. ദൂതന്മാരോട് പറഞ്ഞോണം, വരുന്നതിൻ്റെ പിന്നത്തെ ആഴ്ച, വരുന്ന ഞായറാഴ്ച ഞങ്ങൾ നോക്കിക്കോളാം.
പക്ഷെ വരുന്നതിൻ്റെ പിന്നത്തെ ആഴ്ചത്തേക്ക് ഞാൻ അത്രയും കൊണ്ട് നിർത്താൻ പോകുക. ആ പറഞ്ഞ ഗുണ്ടകളിൽ ഒരുത്തൻ ആരോഗ്യത്തോടെ ഇല്ലായിരുന്നു. ദൂതന്മാരിറങ്ങി ദേശമൊന്ന് മെതിച്ചു. ഒറ്റ ഒരുത്തൻ. അതിൽ ഏറ്റവും പ്രമാണിയായി കിടന്നവൻ കിടന്ന കട്ടിൽ നിറച്ചായിട്ട് അവൻ അങ്ങ് വളർന്നു, നീര് വന്നു. കട്ടിൽ നിറച്ച ആ മനുഷ്യൻ അങ്ങ് നീര് വെച്ച് വീങ്ങി. കൃപയാൽ ആ ചർച്ച് വലുതാക്കി പണിതു. ഇന്നതിനകത്ത് ആവശ്യം പോലെ ആളുകളായി. ദൂതന്മാരാണ് കാവൽ നിൽക്കുന്നത്. യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വരുന്നവനായ ദൈവം. സാറിൻ്റെ ആ പ്രസ്താവന ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. സഭയ്ക്ക് കാവൽ നിൽക്കുന്നത് ദൂതന്മാരാ. നീ ദൂതന്മാരെ വിളിച്ച് നിർത്ത്. പിന്നെ നീ ചോദിച്ചതിനും വേണ്ടും ഒരാഴ്ചത്തേക്ക് ഞാൻ ആംഡ് പോലീസിനെ തരാം. ഇന്നിതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾക്ക് കാവൽ നിൽക്കേണ്ടത് ദൂതന്മാരാ. നിങ്ങൾക്ക് കാവൽ നിൽക്കേണ്ടത് ദൂതന്മാരാ. ദൂതന്മാരെ ദൈവം കാവലിനായി അയക്കും. പ്രതികൂല സാഹചര്യങ്ങളുടെ മുമ്പിൽ ഈ പട്ടണത്തിൽ ജയത്തിൻ്റെ ഉത്സവത്തോടെ ജീവിക്കുവാൻ ദൂതന്മാരെ കാവൽ തരുന്നവനായ ദൈവത്തെ ഞാൻ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ഇത് സംഭവിച്ചുന്നത് വരെ ഞാൻ അവന് ഒരു പരാഭവം വരുത്തും, അവന് ഞാനൊരു വ്യാകുലത കൊടുക്കും, അവൻ്റെ ഹൃദയം ആളിക്കത്തും. നിങ്ങളുടെ ശത്രുവിൻ്റെ ഹൃദയം, നിങ്ങൾക്ക് വിരോധമായിരിക്കുന്ന ഹൃദയങ്ങൾ ഉരുകി മാറുമാറ് ദൈവം ഓൾട്ടർനേറ്റീവ്സ് ഒരുക്കട്ടെ. നാം എന്ന ടാർഗറ്റ് വിട്ട് ശത്രു മാറിപ്പോകേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ ഒരു എക്സ്ക്യൂസ് തരുന്ന ദൈവം, ഒരു വിടുതൽ തരുന്ന ദൈവം, ഒരു വിമോചനം തരുന്ന ദൈവം ഇന്ന് പകൽ പ്രവർത്തിക്കുവാൻ, യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന് വിളിച്ചു പറയുവാൻ, യുദ്ധവീരന്റെ കയ്യിലേക്ക് ദൈവസഭയെ ഏൽപ്പിക്കുവാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 35:5 വായിക്കണ്ട. ഉൽപ്പത്തി പുസ്തകം 35:5 യാക്കോബിന്റെ പുത്രന്മാർ യാത്ര പുറപ്പെട്ടു. ദേശനിവാസികളുടെ മേൽ യഹോവയെക്കുറിച്ചുള്ള ഭീതി വീണതിനാൽ അവർ യാക്കോബിന്റെ മക്കളെ പിന്തുടർന്നില്ല. ഈ വാഗ്ദത്തങ്ങൾ ഇങ്ങോട്ട് എടുത്ത് പറയാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടു. ഒരു ഭീതി വീഴുമാറ് ദൈവത്തിൻ്റെ ഭീതിയുടെ കരം ദേശത്തിൻ്റെ മേൽ വന്ന് ദൈവജനത്തെ ടാർഗറ്റ് ചെയ്യുന്ന ശത്രു ഈ പകൽ വിട്ടുമാറുവാൻ, ഇന്ന് പകൽ സ്വർഗത്തിൽ നിന്നൊരു ഉത്തരവുണ്ടാകുവാൻ സഭ ഒരുമിച്ച് ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്. ദൈവം നമുക്ക് വേണ്ടി ആ കാര്യം ചെയ്തു തരട്ടെ. പുറപ്പാട് പുസ്തകം 15:16 ഭയവും ഭീതിയും അവരുടെ മേൽ വീണു. നിൻ മഹാഭുജബഹൽ ബലത്താൽ അവർ കല്ലുപോലെയായി. അത് മിസ്രയീമ്യരുടെ കാര്യം മുമ്പേ നമ്മൾ തൊട്ടതാ. അവർ ഈ വന്ന മിസ്രയീമ്യർ പുറകോട്ട് ഓടിപ്പോകാമെന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ എൻജിനീയേഴ്സ് ഉണ്ട്. അക്കാലത്തെ എൻജിനീയേഴ്സ്, ഇന്നത്തെ അല്ല. ടെക്നീഷ്യൻസ് ഉണ്ട്, മറക്കരുത്. ഈജിപ്ഷ്യൻ സംസ്കാരം പഴയ സംസ്കാരമാണ്. വളരെ ബലപ്പെട്ടവർ അതിനകത്തുണ്ട്. അവരെല്ലാം കൂടാണ് ഈ രഥങ്ങളുമൊക്കെ ആയി വന്നിരിക്കുന്നത്. ശിവന്മാർക്ക് ഒരെണ്ണത്തിന് ഒന്നും ചെയ്യാൻ കഴിയാതെ, റിയാക്ട് ചെയ്യാൻ കഴിയാതെ ആയിപ്പോയതിൻ്റെ കാരണം യഹോവ ഇസ്രയേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നുവെന്ന് രഥചക്രങ്ങളുടെ ഓട്ടം താറുമാറായപ്പോൾ അവർക്ക് പിടികിട്ടി. അവരുടെ ഹൃദയം കലങ്ങിപ്പോയി. ആ കൺഫ്യൂഷൻ അവരുടെ അകത്തേക്ക് വന്നതിനാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ കല്ലുപോലെ താഴോട്ട് താണു. യേശു ക്രിസ്തുവിൻ്റെ നാമം ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് പകൽ ദൈവസഭയ്ക്കൊരു വിമോചനം ഈ ദിവസങ്ങളിൽ കർത്താവ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആവർത്തന പുസ്തകം 2:25 നിന്നെയുള്ള പേടിയും ഭീതിയും ആകാശത്തിൻ്റെ കീഴെങ്ങുമുള്ള ജാതികളുടെ മേൽ വരുത്തുവാൻ ഞാൻ ഇന്ന് തന്നെ തുടങ്ങും. അവർ നിന്റെ ശ്രുതി കേട്ട് നിന്റെ നിമിത്തം വിറയ്ക്കുകയും നടുങ്ങുകയും ചെയ്യും. ഇതൊക്കെ വാഗ്ദത്തങ്ങളായി ഇന്ന് പകൽക്കാലം കിട്ടിയാൽ കൊള്ളായിരുന്നു അല്ലേ? നമ്മളോട് ഇന്ന് പകലത്തേക്കുള്ള വാഗ്ദത്തമായി ദൈവം ഇത് നമുക്ക് തരട്ടെ. ആവർത്തനം 2:25 വായിച്ചാൽ സിസ്റ്ററെ, തിരുവചനത്തിൽ നിന്ന് അങ്ങനെ അങ്ങ് വായിച്ചു. ഇത് തിരുവചനത്തിൽ തന്നെയാണ്, ഞാൻ എഴുതിയേച്ച് രണ്ടാമത് വായിക്കാന്നേ ഉള്ളൂ. നിന്നെയുള്ള പേടിയും ഭീതിയും ആകാശത്തിന് കീഴെങ്ങും ഉള്ള ജാതികളുടെ മേൽ വരുത്തുവാൻ ഞാൻ ഇന്നു തന്നെ തുടങ്ങും. അവർ നിന്റെ ശ്രുതി കേട്ടിട്ട് നിന്റെ നിമിത്തം വിറക്കുകയും നടുങ്ങുകയും ചെയ്യും. ഞാൻ ഇന്ന് തന്നെ ചിലത് ചെയ്യും. എൻ്റെ കർത്താവേ, പണ്ടൊരിക്കൽ ഞങ്ങളുടെ അപ്പച്ചന്മാരോട് പറഞ്ഞ വാഗ്ദത്തമാ. ഇന്ന് പകൽ ബേഥേലിന് ഇത് ആവശ്യമാകയാൽ ഇത് ഞങ്ങളുടെ നേരെ മുഴങ്ങണമേ. അങ്ങയുടെ വാഗ്ദത്തമെന്ന് ഞങ്ങൾ ഇതിനെ ഏറ്റെടുക്കുന്നു. അങ്ങയുടെ വചനത്തിൽ നിന്നൊരു വള്ളിയും പുള്ളിയും മാറുന്നതല്ല. ഞങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞ ഈ വാഗ്ദത്തം ഇതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ, ഞങ്ങൾക്ക് ബാധകമായ അർത്ഥത്തിൽ ഇറങ്ങി വരുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജനം വിറയ്ക്കത്തക്കവണ്ണം, ശത്രു വിറയ്ക്കത്തക്കവണ്ണം ചിലതെല്ലാം ചെയ്യണമേ. അടുത്തത് യോബിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 20 ദൈവിക ആയുധത്തിന്റെ ആ മനോവിഭ്രാന്തി, കൺഫ്യൂഷൻ എന്നതിന്റെ അടുത്ത ലെവലിലേക്ക് മാറുകയാണ്. യോബിന്റെ പുസ്തകം 12:20 വായിച്ചു. അവൻ വിശ്വസ്തന്മാർക്ക് വാക്കുമുട്ടിക്കുന്നു, വൃദ്ധന്മാരുടെ ബുദ്ധി എടുത്തു കളയുന്നു.
ഒരുപാട് പുള്ളികൾക്ക് സംസാരിക്കാൻ അറിയാവുന്നവരുണ്ട്. നിങ്ങൾക്കെതിരെ ആർഗ്യൂ ചെയ്യുവാൻ, നിങ്ങൾക്കെതിരെ വാദിച്ചു തീർക്കുവാൻ, നിങ്ങൾക്കെതിരെ പറഞ്ഞു ജയിക്കുവാൻ കഴിയുന്ന പലരുണ്ട്. ഇന്ന് പകലത്തെ ദൈവം ചെയ്യാൻ പോകുന്ന ഒന്ന്, പലതിനെ വാക്കുമുട്ടിക്കുന്ന ദൈവം, പലതിനെ ബുദ്ധി എടുത്തു കളയുന്ന ദൈവം. മിണ്ടാനൊക്കാതെ വന്ന് അനങ്ങാതെ നിൽക്കത്തക്ക വണ്ണം ദൈവവചനത്തിന് വിരോധമായി സംസാരിക്കുവാൻ കോടതികളിൽ കയറുന്നവനും, ദൈവവചനത്തിന് വിരോധമായി നിൽക്കുവാൻ കമ്മീഷന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നവനും അനങ്ങാതെ വായടച്ചു പോകുവാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സഭയായി ഞങ്ങൾ ഒരു ആജ്ഞ കൊടുക്കുകയാണ്. കാര്യം, ഒരു വാഗ്ദത്തം ഞങ്ങൾക്ക് അള്ളിപ്പിടിക്കാൻ ബൈബിളിലുണ്ട്. സ്തോത്രം. യുദ്ധങ്ങളുടെ ദൈവം, യുദ്ധവീരനായ യഹോവ തൻ്റെ യുദ്ധവീര്യം ഇവിടെയൊക്കെയാണ്. അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. മറക്കരുത്, കൺഫ്യൂഷൻ പിശാച് ദൈവത്തിൻ്റെ വകയാണെങ്കിൽ പിശാചും ഇത് കൊണ്ടുവരും. പിശാചും കൺഫ്യൂഷൻ കൊണ്ടുവരും. സഭയ്ക്കകത്തൊരു ചെറിയ തോതിൽ അവിടെയും ഇവിടെയും കൺഫ്യൂഷൻ കാണാം. ഇന്ന് ബഥേലിൽ ഒരു ശല്യവുമില്ല, ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ പറയുക. കാര്യം, പിശാച് എഴുന്നേൽക്കുമ്പോൾ എല്ലാ മണ്ഡലത്തിലും ഉണ്ടാകാം, സഭയ്ക്കകത്ത് കൊണ്ടുവരാം. ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കൺഫ്യൂഷൻ നടന്ന അക്ഷരിക ചരിത്രം ഞാനൊന്ന് തൊടാൻ പോകുകയാണ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ ഇത് കിടപ്പുണ്ട്. വായിച്ച തീരിയില്ല, അതുകൊണ്ട് വായിക്കാതെ പറയാൻ പോകുകയാണ്. മോശയെ ദൈവം വിളിച്ചു, പർവ്വതത്തിലോട്ട് കയറാൻ പറഞ്ഞു. മോശയും യോശുവയുമായി പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി. അഹരോനെ ക്യാമ്പസിൻ്റെ ഭരണമേൽപ്പിച്ച ശേഷം മോശ പോയി. ദിവസം 1, 2, 10, 20, 30, 40 ദിവസമാകുന്നു. മോശ എന്തിയെ തിരിച്ചു വരുന്നില്ല? കാര്യം, ദൈവവുമായി മോശ ഇടപെടുകയാണ്. ദൈവവുമായി ഇടപെടുന്നവർക്കായി സ്തോത്രം. അരമണിക്കൂർ സ്ലോട്ടിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവർക്കായി സ്തോത്രം. 1 മണിക്കൂർ സ്ലോട്ടിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, 10 ദിവസത്തെ സ്ലോട്ടിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവർക്കായും സ്തോത്രം. പക്ഷെ മോശയുടെ ഒരൊറ്റ സ്ലോട്ട് 40 ദിവസം തുടർന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരുന്നാൽ എത്ര നാൾ എടുക്കുമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാ. 40 ദിവസം തുടർന്നു. പാളയത്തിനകത്ത് മഹാ കൺഫ്യൂഷൻ. അത് ദൈവികമല്ല. അവർ പറഞ്ഞൊരു വാചകമുണ്ട്, 32-ാം അധ്യായത്തിൽ ഇത് കിടപ്പുണ്ട്. ഞങ്ങളെ ഇവിടം വരെ നടത്തിക്കൊണ്ട് വന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആകയാൽ ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് വേറൊരു ദൈവത്തെ ഉണ്ടാക്കണം. അവർക്ക് പറ്റിയതിലേക്കും വലിയ കൺഫ്യൂഷൻ. ദൈവം ഉപയോഗിച്ച മോശയെ അവർ ദൈവമായി ചിത്രീകരിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ദൈവം ഉപയോഗിച്ച മോശയെ അവർ ദൈവമായി ചിത്രീകരിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. ഇറ്റ്സ് എ ലോങ് സബ്ജക്റ്റ്. ഒരുപക്ഷെ വരുന്ന ആഴ്ചയിലായിരിക്കാം ദൈവദാസന്മാർ, ദൈവമക്കൾ ഓർത്തിരിക്കേണ്ട പലതും ഞാൻ ഇന്ന് സൂചിപ്പിച്ച് അന്നേരത്ത് വിശദീകരിച്ചോളാം. അഹങ്കരിക്കരുതേ. നമ്മെ പൊക്കിപ്പറയുന്നവർ പലര് കണ്ടേക്കാം. ആത്മാർത്ഥത അടിത്തട്ടിന്ന് ആരെങ്കിലും എന്നെ പ്രശംസിച്ചതുകൊണ്ടോ, മലയാളത്തിൽ പറയും, നാടൻ ഭാഷയിൽ പറയും, ജാക്കി വെച്ച് കളത്തിയത് കൊണ്ടോ ഇന്ന് വരെയും കിളരാതെ സൂക്ഷിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. അധികം പ്രശംസ പറയുമ്പോൾ എനിക്കൊരു അവജ്ഞയെ തോന്നിയിട്ടുള്ളൂ. സത്യം സത്യം സത്യം. അധികം പ്രശംസ പറയുമ്പോൾ എനിക്കൊരു അവജ്ഞയെ തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ മറ്റുള്ളവരെ പ്രശംസിക്കാറുണ്ടായിരുന്നു. ഇന്നലെ ഒരു വാക്കിൻ്റെ പുറത്ത് അതും കുറയ്ക്കണം എന്നെനിക്ക് തോന്നി. എൻ്റെ കണ്ണിന് ഒരല്പം പ്രശ്നമുള്ളത് കൊണ്ട് ഇന്നലത്തേനേക്കാൾ, കഴിഞ്ഞ ആഴ്ചത്തേനേക്കാൾ ഇന്ന് ബെറ്ററാണ്. ഒരു ഡോക്ടറെ ഇനി ഒരാൾ പരിചയപ്പെടുത്തി. ഇന്നലെ വൈകിട്ട് ആ പരിചയപ്പെടുത്തിയ ആൾ എന്നെ വിളിച്ചു. ഞാൻ ആ ഡോക്ടറെ കണ്ടില്ല, അദ്ദേഹത്തോട് സംസാരിച്ചു. ബാംഗ്ലൂരിൽ തന്നെ ഇന്ന ആളുകളെ പോയി കാണാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞാൻ അവരെ പോയി കണ്ടു. അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് തൃപ്തിയാകുന്നതുപോലെ കൗൺസിലിംഗ് ലഭിച്ചു. വലിയ ഡോക്ടറെ പരിചയപ്പെടുത്തിയ ആൾ ഇന്നലെ എന്നെ വിളിച്ചു ചോദിച്ചു, അയാളെ നേരിട്ടൊന്ന് കാണണോ എന്ന് ചോദിച്ചാൽ, എന്താ ബ്രദർ അങ്ങനെ ചോദിച്ചെന്ന്. 1 സിംഗിൾ ഡേ 90 സർജറികൾ ഡയറക്റ്റ് ചെയ്ത മനുഷ്യനാണ്. കണ്ണിൻ്റെ സർജറി 90 എണ്ണം ഒറ്റ ദിവസം, വിതിൻ 24 hours. കാര്യം, പല രാജ്യങ്ങളിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നും എൻ്റെ പ്രശ്നവുമായിട്ട് ആളുകൾ വരുമ്പോൾ ആ മനുഷ്യനെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ മലയാളിയാണ്, വിശ്വാസിയാണ്. ആ മനുഷ്യനെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അയാൾ തന്നെ നേരിട്ട് ഇടപെടേണ്ടത്. അയാളുടെ കൈകൊണ്ട് ചെയ്യുമെന്നോ അദ്ദേഹം ഗ്രൂപ്പിനെ നിർത്തുമെന്നോ എനിക്കറിഞ്ഞുകൂടാ. ഒരു സിംഗിൾ ഡേ 90 സർജറീസ്, കണ്ണിൻ്റെ ഐ സർജറീസ് ഡയറക്റ്റ് ചെയ്ത മനുഷ്യനാണ്. ടക്കെന്ന് നിർത്തിയേച്ച് പറഞ്ഞു, വേണ്ട, മനുഷ്യനെ അധികം പുകഴ്ത്തുന്നത് ശരിയാകില്ല. നിർത്തി. ഞാൻ പലപ്പോഴും മനുഷ്യരെ ഒരുപാട് പുകഴ്ത്താറുണ്ട്. അത് സത്യവുമാണ്. മാനം അർഹിക്കുന്നവൻ മാന്യത വേണം എന്നെനിക്ക് ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഒരു ലിമിറ്റിൽ കൂടുതൽ വേണ്ട. ഓക്കെ, എന്നെ ആരെങ്കിലും ഉയർത്തിയാൽ എനിക്കത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ തിരുവചനം പറയുന്ന ഒരു കാര്യമുണ്ട്, ശുശ്രൂഷകന്മാരെ, ഈർച്ച വാള് അതുകൊണ്ട് അറക്കുന്നവനെ
വഹിക്കുന്നു എന്ന് ഒരിക്കലും വാളിന് തോന്നരുത്. മനസ്സിലായോ? ഞാനത് അടുത്ത ആഴ്ച തൊട്ടോളാം. ഈർച്ചവാൾ കൊണ്ട് തടിയറക്കുന്ന തടിയറപ്പുകാരുണ്ട്. ആ വാൾ ഒരിക്കലും പറയരുത് ഞാനാണ് ഈ അറക്കുന്നവനെ പോക്കുന്നതെന്ന്, എൻ്റെ കരുത്തുകൊണ്ടാണിതെന്ന് പറയരുത്. കോല് കുത്തി നടക്കുന്നവനുണ്ട്. ആ കോലൊരിക്കലും പറയരുത് ഞാനാണ് ഇയാളെ പോക്കുന്നതെന്ന്. അല്ല, ദൈവം നമ്മെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. അതിനപ്പുറത്ത് നമ്മൾ ആരുമല്ല. ജനത്തിനിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, മോശയാണ് ദൈവം. ജനത്തിനിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, മോശയാണ് ദൈവം. ചില ദുരുപദേഷ്ടാക്കന്മാർ ദുരുപദേശം പറയുമ്പോൾ അത് ദുരുപദേശമാണെന്ന് വേദപുസ്തകം കൊണ്ട് തെളിയിക്കുമ്പോൾ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ കൈ കൊണ്ട് ഇത്രയും അത്ഭുതം നടക്കുന്നു, ഞങ്ങൾ കണ്ടതാ, പിന്നെ അവൻ്റെ ഉപദേശം തെറ്റാന്ന് എങ്ങനെ അംഗീകരിക്കും? ഞാൻ പറഞ്ഞു, ഉപദേശം അംഗീകരിക്കുന്നത് ബൈബിൾ മുഖേനയാണ്. അവനെ ദൈവമെന്ന് തെറ്റിദ്ധരിക്കരുത്, അവൻ ദൈവമല്ല. ദൈവവചനം ഇതാ. അവൻ പറഞ്ഞത് തെറ്റെങ്കിൽ തെറ്റ്, ശരിയെങ്കിൽ തെറ്റ്, ന്യായം വിധിക്കേണ്ടത് തിരുവചനമാണ്. മോശയെ ദൈവമെന്ന് അവർ തെറ്റിദ്ധരിച്ചു. എന്നിട്ട് അഹരോനോട് പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ വേറൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ആ പുള്ളി കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. ആ ഭാഗത്തോട്ട് ഞാൻ പോകുന്നില്ല. ജനത്തിൻ്റെ ഇടയിൽ അതിഭയങ്കര കൺഫ്യൂഷൻ ദൈവത്തിൻ്റെ ആയുധമാണ്. പക്ഷെ പിശാച് അത് ഉപയോഗിക്കും. അത് ഏറ്റവും വലുതായി ബാധിച്ചത് ദൈവം ഉപയോഗിച്ച മോശയെ ദൈവമെന്ന് കൺഫ്യൂസ് ചെയ്തു പോയതാണ്. മുൻപിൽ നടക്കുവാൻ ഒരു ദൈവം വേണമെന്ന് പറഞ്ഞപ്പോൾ കണ്ണുകൊണ്ട് കാണത്തക്കതുപോലെ ഒരു രൂപമാണ് എന്നവർ തെറ്റിദ്ധരിച്ചു പോയതാ. അഹരോൻ തെറ്റിദ്ധരിച്ചു. നേരിട്ട് നിയമിക്കപ്പെട്ടവനല്ല അഹരോൻ എന്ന് മറക്കരുത്. ഒരു ദിവസം പർവ്വതത്തിൻ്റെ മുകളിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്ന് വെച്ച് മോശയോട് പറഞ്ഞു, വാ, ഞാൻ നിന്നെ അയക്കാൻ പോകുകയാ. മോശ പറഞ്ഞു, ഇല്ല കർത്താവേ, ഞാൻ തടിച്ച നാവുള്ളവനാണ്, എനിക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ അയക്ക്, എനിക്കൊക്കത്തില്ല. പറഞ്ഞു, എങ്കിൽ ഒരാളിനെ കൂടെ തരാം. അങ്ങേരാ പിന്നെ തലവേദനയായി മാറിയത്. ദൈവത്തിൻ്റെ ഡയറക്റ്റ് തിരഞ്ഞെടുപ്പിൽ പെട്ടവനല്ല, അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ദൈവം വിട്ടവനാ. പക്ഷെ മോശ പൂർണ്ണ ചുമതല അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. പൂർണ്ണ ചുമതല അഹരോൻ്റെ കയ്യിൽ കൊടുത്തേച്ച് മോശ പോയി ദൈവത്തോടു കൂടെ ഇരുന്നപ്പോൾ പൈശാചികമായ കൺഫ്യൂഷൻ അവനെ കൊണ്ട് ഒരു ദൈവരൂപമുണ്ടാക്കിച്ചു. അതൊരു കാളക്കുട്ടിയായിരുന്നു. ഞാൻ അധികം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ അടുത്ത ആയുധം, കൺഫ്യൂഷൻ കഴിഞ്ഞു. ദൈവത്തിൻ്റെ അടുത്ത ആയുധം തൻ്റെ ഈച്ചകളെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. പ്രകൃതി ശക്തികളിലേക്കൊക്കെ ഞാൻ ഇറങ്ങി വരുമെന്ന് ഞാൻ പറഞ്ഞു. ഈച്ചകളെ, കടന്നലുകളെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 23:28 നിന്റെ മുമ്പിൽ നിന്ന് ഹിവ്യനെയും കനാന്യനെയും ഹിത്തിനെയും ഓടിച്ചു കളവാൻ ഞാൻ നിനക്ക് മുൻപായി കടന്നലിനെ അയക്കും. അതെന്തൊരു കളിയാ കർത്താവേ! വേറെന്തെങ്കിലും കൊണ്ടരുതോ? നോ മോനെ, നോ. എൻ്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ നീ നാട്ടിൽ കാണുന്ന ഈച്ച എനിക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിനെ ഉപയോഗിക്കാൻ പ്രത്യേക കാരണങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ലോജിക്കുണ്ട്. ഞാൻ ഈച്ചകളെ, കടന്നലുകളെ ഉപയോഗിക്കുകയാണ് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നവനെ എതിർക്കേണ്ടതിന്. ഇന്ന് പകൽ ദൈവ പൈതലെ, കടന്നലിനെ കൊണ്ട് യുദ്ധം ചെയ്ത ദൈവം, സമുദ്രത്തെ കൊണ്ട് യുദ്ധം ചെയ്ത ദൈവം, കൺഫ്യൂഷനിട്ട് യുദ്ധം ചെയ്ത ദൈവം, ആകാശത്തെ ഇടിമുഴക്കത്തെ തെറ്റിദ്ധരിപ്പിച്ച ദൈവം, വെള്ളത്തിലെ സൂര്യപ്രകാശത്തിൻ്റെ റിഫ്ലക്ഷനെ തെറ്റിദ്ധരിപ്പിച്ച ദൈവം തൻ്റെ ജനത്തെ സമാധാനത്തിൽ കാക്കുവാൻ അറിയാവുന്നവനാണെങ്കിൽ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ സഭകൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രു ചിതറുമാറ് ദൈവം ചെയ്യട്ടെ. ഗാഡ്, ഞാൻ തേനീച്ച ഉപയോഗിക്കും. ആവർത്തന പുസ്തകം 7:20-21 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അത്രയുമല്ല, ശേഷിച്ചിരിക്കുന്നവനും നിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചിരിക്കുന്നവനും നശിച്ചു പോകും വരെ നിന്റെ ദൈവമായ യഹോവ അവരുടെ ഇടയിൽ കടന്നലിനെ അയക്കും. കടന്നലിന് ഒരു പ്രത്യേകതയുണ്ട്, ഏത് ഒളിപ്പിടത്തിലും പോയി കണ്ടുപിടിക്കാൻ കഴിയും. ഏത് ഒളിപ്പിടത്തിലും. പറഞ്ഞു, ഞാൻ ഈ കടന്നലിനെ അയക്കാൻ ഒരു കാരണമുണ്ട്. ഒളിച്ചിരിക്കുന്ന ഒരു കൂട്ടം പുള്ളികളുണ്ട്. നേരത്തിന് വെളിപ്പെടാതെ അവൻ്റെ സമയത്തിന് ഇറങ്ങി വന്ന് നിങ്ങളെ ഉപദ്രവിക്കാനിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. യവന്മാരെ പൊക്കി എടുക്കണമെങ്കിൽ കടന്നലിനെ കൊണ്ടേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കടന്നലിനെ അയക്കാൻ പോകുകയാ. ഇതൊന്ന് നമ്മുടെ അകത്തോട്ട വിശ്വാസം ഒന്ന് കേട്ട്, കർത്താവേ, ഇവിടം വരെ ഇറങ്ങി വന്ന് ക്രിയ ചെയ്യുവാൻ ശക്തനായ അവിടുന്ന് ചില വലിയത് ഞങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളിൽ ചെയ്യണമേ. യോശുവയുടെ പുസ്തകം 14:12 ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നലിനെ അയച്ചു എന്ന് വ്യക്തമായി യോശുവ മുഖേന ദൈവം പറയുന്നതായി കാണുവാൻ കഴിയുന്നു. അടുത്തത്, ഭൂമി വാവളർന്ന് ചിലതിനെ വിഴുങ്ങി. ഭൂമി പിളർന്നു പോകുക. ദൈവം ഭൂമിയെ ഉപയോഗിക്കും, പ്രകൃതി ശക്തികളെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമാണ്
നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 16:31-32 വായിച്ചാട്ടെ ദയവായിട്ട്. സംഖ്യാപുസ്തകം 16:31-32. അവൻ ഈ വാക്കുകളെ എല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഭൂമി വായ് തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. ഞാൻ ഈ കോരഹിനെ കുറിച്ച് ചില പദങ്ങൾ പറയട്ടെ. ഇവർ ഇസ്രയേലിൻ്റെ നേതാക്കന്മാരുടെ പട്ടികയിൽപ്പെട്ടവരായിരുന്നു. ഇസ്രയേലിൻ്റെ നേതാക്കന്മാരുടെ പട്ടികയിൽപ്പെട്ടവരായിരുന്നു കോരഹ്. മിസ്രയീമിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നമേ എൻ്റെ വിശ്വാസം 100% തെളിയിക്കാൻ ബൈബിളിൽ രേഖയില്ല, എന്നാൽ മനസ്സിലാക്കാനും വേണ്ടിയുള്ള തെളിവുകൾ ബൈബിളിലുണ്ട്. അവിടുത്തെ ഊഴവിചാരകന്മാരുടെ കൂട്ടത്തിൽപ്പെടുന്നവരായിരുന്നു. ഇസ്രയേലിൽ നിന്ന് കുറേ ഊഴവിചാരകന്മാരുണ്ടായിരുന്നു. മിസ്രയീമിൽ കുറേ പേര് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കാനുണ്ട്. എബ്രായരുടെ ഇടയിൽ നിന്ന് കുറച്ച് പേരെ ലീഡേഴ്സായി തിരഞ്ഞെടുത്ത് അവരെയും സൂപ്പർവൈസേഴ്സാക്കി വെച്ചിരുന്നു. ആ കൂട്ടത്തിൽ ചിലരാണ് ഇവന്മാർ പുള്ളികൾ. മിസ്രയീമിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നും പറഞ്ഞ് മോശ ജനത്തോട് പറഞ്ഞപ്പോൾ ഈ പുള്ളികൾ പറഞ്ഞു, വേണ്ട വേണ്ട, ഞങ്ങൾ ഇവിടെ വേല ചെയ്തോളാം. കാര്യം ഇവർക്ക് അടി കിട്ടത്തില്ല, അവർക്ക് ഇഷ്ടിക ചൂടണ്ട, അവർക്ക് താളടി ശേഖരിക്കാൻ പോകണ്ട, അവർക്ക് മറ്റവൻ ഉണ്ടാക്കിയ ചെയ്ത വേലയുടെ ഫലം ഇവർക്ക് ശമ്പളം കിട്ടും, തിന്നുകൊണ്ടിരുന്നാൽ മതി. അതുകൊണ്ട് ഇവർ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ജനത്തിന് മനസ്സിലായതുകൊണ്ട് ഈ നേതാക്കന്മാരുടെ വാക്കിന് കീഴടങ്ങാതെ അവർ മോശയുടെ വാക്കിന് കീഴടങ്ങി അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. ഈ പറയുന്നത് ലൈൻ ബൈ ലൈൻ മനസ്സിലാക്കണം. മിസ്രയീമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നമേ പോകണ്ട എന്ന് എബ്രായരുടെ നേതാക്കന്മാരിൽ ചിലർ മിസ്രയീമിൽ വെച്ച് പറഞ്ഞു. പക്ഷെ അവരുടെ ശബ്ദത്തെ അതിജീവിക്കുന്നതായിരുന്നു ജനത്തിൻ്റെ കഷ്ടതയും മോശയുടെ കൈകൊണ്ട് നടന്ന അടയാളങ്ങളും. ആകയാൽ ജനം മിസ്രയീമിൽ നിന്ന് ഇറങ്ങി ചെങ്കടലിങ്കൽ വന്ന് പ്രതിസന്ധിയിലായപ്പോൾ യവന്മാർ തലപൊക്കി. ചെങ്കടലിങ്കൽ വന്ന് പ്രതിസന്ധിയുടെ മുമ്പിലായപ്പോൾ പഴയ നേതാക്കന്മാർ തലപൊക്കി വെച്ച് അവർ പറഞ്ഞു, മിസ്രയീമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നമേ ഇറങ്ങരുത് എന്ന് ഞങ്ങൾ പറഞ്ഞതാ. മിസ്രയീമ്യർക്ക് ഊഴിയവേല ചെയ്യുവാൻ ഞങ്ങളെ വിടണം എന്ന് ഞങ്ങൾ പറഞ്ഞതാ. മിസ്രയീമിൽ വെച്ച് ഞങ്ങൾ വില കൂടാതെ തിന്നിട്ടുള്ള കുമ്മട്ടിക്കായും ഇച്ചിരൂടെ കഴിഞ്ഞപ്പോഴത് പലതും ഞങ്ങൾ ഓർക്കുന്നു. ഈ നേതാക്കന്മാർ കൂടെ ജനത്തിൻ്റെ ഹൃദയം ഇളക്കി മോശയോട് വഴക്കിടുവായിരുന്നു. ഒരു ലിമിറ്റിൻ്റെ മുകളിൽ നടന്ന് മോശ ജനവുമായി പോയപ്പോൾ യവന്മാർ വീണ്ടും ഇളകിയേച്ചു പറഞ്ഞു. കോരഹം കൂടെ ഉള്ളവരും ഇളകിയേച്ചു പറഞ്ഞു, മോശ നീ തന്നെയൊന്നും അല്ലടാ വിശുദ്ധൻ, ജനം മുഴുവനും വിശുദ്ധരാ. നിനക്ക് മാത്രമേ വെളിപ്പാടുള്ള നാര് പറഞ്ഞു, നീ മാത്രമേ നേതാവുള്ള നാര് പറഞ്ഞു. ഈ ജനം മുഴുവനും വിശുദ്ധരാണ്, എല്ലാവരും ദൈവത്തിൻ്റെ പ്രവാചകന്മാരാ. ഇവനെ കൊണ്ട് പൊറുതി മുട്ടിയതോടെ മോശ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദൈവം തന്നെ വിധിക്കട്ടെ, ദൈവിക ആയുധം കാണിക്കാൻ പോകുകയാണ്, അതുകൊണ്ട് ഇവന്മാരെ വിട്ട് അകന്നു മാറിക്കൂ. കോരഹിനോടുകൂടെ ഒരുപാട് പേര് നിന്നു. കോരഹ്, ദാദാം, അബീരാം മുതലായ ചില നേതാക്കന്മാർ, അവരോടുകൂടെ ഒരുപാട് പേര് നിന്നു. മോശ പറഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞു. കുറേ പേര് മാറി, പലരവരോട് ചേർന്ന് നിന്നു. ഭൂമി വാവിളർന്ന് വിഴുങ്ങി. ഞാൻ ആത്മീയ ആശയത്തിലേക്കൊന്ന് ഇറങ്ങാൻ പോകുകയാണ്. ആത്മീയ അർത്ഥത്തിലേക്കും ആശയത്തിലേക്കും ഒന്ന് ഇറങ്ങാൻ പോകുകയാണ്. ബഥേലിൽ പ്രശ്നം ഉണ്ടാക്കിപ്പോയ പലതും ഇന്ന് എവിടെ ഒരു പിടിയുമില്ല, ഭൂമി വിഴുങ്ങി. ഒരു പിടിയുമില്ല, എതിലെ പോയെന്ന് അഡ്രസ്സ് പോലും ഇല്ല, ഭൂമി പലതിനെയും വിഴുങ്ങി. ഇന്നലെ രാവിലെയും മിനിഞ്ഞാന്ന് വൈകിട്ടും ഞാനിവിടെ അടുത്തുള്ള ഒരു ചർച്ചിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിരുന്നു. അവിടുത്തെ കർത്താവിൻ്റെ ദാസന് ഒരു കൊച്ചു വിശദീകരണം ഇങ്ങനെ പറഞ്ഞു. ബഥേലിൽ വന്നു രക്ഷിക്കപ്പെട്ടു, അവിടെ സ്നാനപ്പെട്ടു. 1 വർഷത്തോളം ഞാൻ ബഥേലിലുണ്ടായിരുന്നു. ദൈവം എന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു എന്ന് അറിഞ്ഞതിനാൽ ഞാൻ ലീഡർഷിപ്പിനോട് പറഞ്ഞ് എന്നെ പ്രാർത്ഥിച്ച് യാത്ര അയച്ചു. ഇന്നലെ ഞാനും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ടി ഫിലിപ്പും 2 പേരും കൂടെ ചേർന്ന് ആ ചർച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ പ്രാർത്ഥിച്ച് യാത്ര അയച്ചു. വിജയപ്രദമായൊരു മിനിസ്ട്രി നടക്കുന്നു. ഈ ചർച്ചിൽ ലീഡർഷിപ്പിൽ നിന്നവരിൽ ദൈവം എന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുന്നു. ലീഡർഷിപ്പ് എന്നൊന്നും ഞാൻ പറയത്തില്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു വന്നവരിൽ ദൈവം എന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുന്നു. പോകുവാൻ കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്നുവെന്ന് പറഞ്ഞവരെ മുഴുവനും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അയക്കുവാനും അവരെല്ലാവരും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലായി വളരുന്നത് കാണുവാനും കർത്താവ് കൃപ തന്നു. എന്നാൽ കോരഹിനെ പോലെ പ്രശ്നം സൃഷ്ടിച്ച ചിലതിനെ ഭൂമി വിഴുങ്ങി എങ്ങോട്ട് പോയി കരച്ചിൽ മാത്രം കേൾക്കാം, വേറെ യാതൊരു അറിവില്ല. ചിലത് പഴയ ബാക്ക്ഗ്രൗണ്ടുകളിലേക്ക് പോയി, ചിലത് സിനിമാശാലകളും മറ്റു ചിലത് കള്ളുഷാപ്പും ഒക്കെ ആയി കഴിയുന്നു, ചിലത് ഓടകളിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഭൂമി വാവിളങ്ങി പലതിനെയും വിഴുങ്ങി. പക്ഷെ കോരഹിൻ്റെ പുത്രന്മാർക്കൊന്ന് പറയാനുണ്ടായിരുന്നു.
അവർ പറഞ്ഞ് ഭൂമി വാവളർന്ന് വിഴുങ്ങുമെന്നറിഞ്ഞപ്പോൾ, ദൈവത്തിന് വിരോധമായി എൻ്റെ സ്വന്തം അപ്പൻ ഉൾപ്പെടെ മാറിയെന്നറിഞ്ഞപ്പോൾ, അവിടുന്ന് ഓടിപ്പോയി യഹോവയുടെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിക്കുവാൻ, ദൈവവുമായി അടുത്തു പോകുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. കോരഹപുത്രന്മാർ എഴുതിയ സങ്കീർത്തനങ്ങൾ ഞാനും നിങ്ങളും വായിക്കുവാൻ, തിരുവചനത്തിൽ വരുവാൻ കാരണം അതുപോലെ ഒരു ഇൻഫ്ലുവൻസ് അവരുടെ മേൽ ഉണ്ടായിരുന്നെങ്കിലും അവിടുന്ന് ഓടി രക്ഷപ്പെടുവാൻ കഴിഞ്ഞു. ഒട്ടെ ദൈവിക ആയുധത്തിൽ ഒന്നാണ് തണ്ട് അവരെ ഭൂമി വാവളർന്ന് വിഴുങ്ങിയത്. ഭൂമിയെ കൊണ്ട് ദൈവം വാവൊളിപ്പിച്ചു. ഒരു വലിയ അളവിൽ ചെങ്കടലിൽ നിന്ന് കയറി വന്ന ജനത്തിൻ്റെ മുമ്പിൽ യെരിഹോവിൻ്റെ മതിൽ വീണു എന്ന് നമ്മൾ ചിലപ്പം പഠിപ്പിക്കാറുണ്ട്. സത്യത്തിൽ മതിൽ വീഴുകയായിരുന്നില്ല, മതിൽ നിന്ന നിപ്പിൽ താഴോട്ടങ്ങ് പോവുകയായിരുന്നു. മതിലിൻ്റെ ചുവട്ടിൽ ഭൂമി പിളർന്നു. മനസ്സിലാകുന്നുണ്ടോ? മതിലിൻ്റെ മുമ്പിൽ കീഴെ ഭൂമി പിളർന്നു. ഭൂമി പിളർന്ന് മതിൽ താഴോട്ട് താഴുകയായിരുന്നു. അതിനെക്കുറിച്ച് ചില സൈറ്റുകളിൽ അല്ലെങ്കിൽ ചില ഇൻഫർമേറ്റീവ് സെൻ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ, അതിൻ്റെ 1/3 താഴോട്ട് താണു. അതിൻ്റെ മുകളിലത്തെ 1/3 സ്വർഗത്തിൽ നിന്ന് ദൈവമായി തകർത്തു മാറ്റി. നടുക്കത്തെ 1/3 കാലപ്പഴക്കത്തിൽ പൊളിഞ്ഞുപോയി. യെരിഹോ മതിലിൻ്റെ കാര്യമായി പറയുന്നത്. താഴത്തെ 1/3 ഹൈറ്റിൻ്റെ 1/3 ഭൂമി വാവളർന്ന് താഴോട്ട് താണു. മുകളിലത്തെ 1/3 ദൈവത്തിങ്കിൽ നിന്ന് തീ പുറപ്പെട്ട് അതിനെ ദഹിപ്പിച്ചു കളഞ്ഞു, താറുമാറായി. നടുക്കത്തെ 1/3 കാലത്തിൻ്റെ പോക്കിൽ ഇല്ലാതെ പോയി, അത് തീർന്നു. പല ന്യായവിധികൾ അതിൻ്റെ മേൽ ഒരുപോലെ വന്നു. അതിലൊന്ന് ഭൂമി പിളരുകയായിരുന്നു. 5-ാമത്തേത് എടുത്തു പറയുവാനുള്ളത് ബാധകൾ ദൈവം അയച്ചു. നമ്പേഴ്സ് 16:49 കോരശിൻ്റെ സംഗതിയാൽ മരിച്ചവരെ കൂടാതെ ബാധയാൽ മരിച്ചവർ 10,000 ദൈവത്തിങ്കിൽ നിന്നാണോ എന്നാലോചിക്കുവാനും, ആണെങ്കിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വരുവാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. അനേക ബാധകളാൽ ദൈവം ബാധിച്ചു. ഞാൻ ഇച്ചിരൂടെ താഴോട്ട് പോയി ഒരു പദം കൂടെ വായിച്ചേച്ച് നിർത്തണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം ഏറെക്കുറെ ആകുന്നു. അതുകൊണ്ട് നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അനുഗ്രഹങ്ങളും ശാപങ്ങളും ദൈവം അയക്കുന്നത് കാണാം. വായിച്ചാട്ടെ, യോശുവയുടെ പുസ്തകം 24:10. യോശുവയുടെ പുസ്തകം 24:10. അനുഗ്രഹവും ശാപവും കാണാം. ദൈവത്തിൻ്റെ ശിക്ഷാമാർഗങ്ങളിൽ ഒന്നാണ് ശാപം അയക്കുക. എങ്കിലും എനിക്ക് ബിലയാമിന്റെ അപേക്ഷ കേൾപ്പാൻ മനസ്സില്ലായികയാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു. ബിലയാം എന്ന് പറയുന്ന ഒരു ജാതികീയ പ്രവാചകനെ എന്നെനിക്ക് തോന്നുന്നു. ബിലയാം എന്ന് പറയുന്ന ഒരു പ്രവാചകനെ ദൈവജനത്തെ ശപിക്കേണ്ടതിന് വേണ്ടി വിളിപ്പിച്ചുകൊണ്ട് വന്നു. പക്ഷെ അവൻ്റെ വാഗൊണ്ട് പോലും ആ ശാപം പറയണമെങ്കിൽ ദൈവം കൂടെ അനുവദിക്കണം. ഒരു ജനത്തോട് ദൈവത്തിന് അതുപോലെ താല്പര്യമുള്ളതിനാൽ ഞാൻ ഈ പറയുന്ന മുഴുവനും ഒരു പ്രായോഗിക മെസ്സേജാണ്. ജനത്തോട് ദൈവത്തിന് അതുപോലെ താല്പര്യം തോന്നുകയാൽ ബിലയാമിൻ്റെ വാഗൊണ്ട് പോലും ഒരു ശാപവാക്കി ജനത്തിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശപിക്കാൻ വന്നവനെ ഞാൻ അനുവദിക്കാതെ അവനെ കൊണ്ട് ഞാൻ അനുഗ്രഹിപ്പിച്ചു. ഇന്ന് പകൽ ദൈവജനത്തിൻ്റെ മേൽ ശാപം വരാതെ വണ്ണം അവനെ തടഞ്ഞു നിർത്തി അവൻ്റെ വാഗൊണ്ട് അനുഗ്രഹം പറയിപ്പിക്കുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്തായിരുന്നു അവൻ പറഞ്ഞ അനുഗ്രഹം? ഇതാ, തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ പ്രഭ അവൻ്റെ മേലുണ്ട്, അത്യുന്നതൻ്റെ സാന്നിധ്യം അവൻ്റെ മേലുണ്ട്. ഇസ്രയേലിനെ അനുഗ്രഹിക്കേണ്ടതിന് ദൈവം പ്രവാചകനെ പോലും ഒരുക്കി അനുഗ്രഹിച്ചു. പക്ഷെ നമ്മെക്കുറിച്ച് ചിലപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ ചിലതിനെ ചിലപ്പോൾ ശപിക്കേണ്ടതായി വരും. ചിലതിനെ മനുഷ്യനെ അല്ലേയല്ല ചില ശക്തികളെ നാം ചിലപ്പോൾ ശപിക്കേണ്ടതായി വരും. വേദപുസ്തകത്തിൽ പറഞ്ഞു വരുമ്പോൾ ചില മനുഷ്യരുടെ പേര് പറഞ്ഞ് മോരേഷ് നിവാസികളെ ശപിക്കുക എന്ന് പറയുന്ന ഒരു പദം കാണാം. അവരെ അങ്ങേയറ്റം ശപിച്ചോളാൻ. അത് വിട്ടേച്ച് നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കാം. ജാതികളോട് ചില വെറിഡിക്റ്റ് വിളിച്ചു പറയുന്നത്. എനിക്കറിയാം പ്രോപ്പർ കണക്ഷൻ അവിടെ ആയില്ല, വരുന്ന ആഴ്ചത്തേക്കേ ആകത്തുള്ളൂ. ചില വെറിഡിക്റ്റുകൾ, ചില അനുഗ്രഹ പദങ്ങൾ അല്ലെങ്കിൽ ചില ശാപപദങ്ങൾ വിളിച്ചു പറയുവാൻ ദൈവം ചിലപ്പോഴാവശ്യപ്പെടും. നമ്മളിത് ചെയ്യണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഈ വേദപുസ്തക വാക്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. യെശയ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ജാതികളെ കലഹിപ്പീൻ. നിൽക്കട്ടെ, എന്നോട് എതിർക്കുവാൻ വന്ന ജാതികളെ, ദൈവത്തിൻ്റെ ഒരു ആയുധമുണ്ട്, ദാറ്റ് ഈസ് കൺഫ്യൂഷൻ. പക്ഷെ അത് നിങ്ങളുടെ മേൽ വരണമെങ്കിൽ അഭിഷക്തനായ എൻ്റെ വാഗൊണ്ട് ഒരു കൽപ്പന ആവശ്യമാണ്.
അതുകൊണ്ട് പറയാം, ജാതികളെ കലഹിപ്പീൻ, പിന്നെ തകർന്നു പോകുവീൻ. തകർന്നു പോകുവീൻ. വായിച്ചു. സകല ദൂര ദിക്കുകാരുമായുള്ളോരെ ശ്രദ്ധിച്ചു കേൾക്കുവീൻ, അരക്കെട്ടിക്കൊള്ളുവീൻ, തകർന്നു പോകുവീൻ. നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായിട്ട് തകര്. ഞങ്ങളോട് യുദ്ധത്തിന് വേണ്ടി വന്ന നിന്നെ മാറ്റിവിടുന്നതിന് പകരം നിന്നെ തീർത്തേ മതിയാകൂ. ജാതികളെ അരകെട്ടുക, തയ്യാറാക് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ, എന്നിട്ട് തകർന്നു പോകുക. വായിച്ചു. അരക്കെട്ടിക്കൊള്ളുവീൻ, തകർന്നു പോകുവീൻ. 2 പ്രാവശ്യം അത് എടുത്തു പറഞ്ഞു. 10ാമത്തെ വാക്യം, കൂടി ആലോചിച്ചു കൊള്ളുവീൻ, അത് നിഷ്ഫലമായി തീരും. നിങ്ങളെല്ലാം കൂടെ ചേർന്ന് കമ്പനി കൂടി ആലോചിക്കടാകൂവേ, കൺഫ്യൂഷൻ വരാൻ പോകാ. കൂടി ആലോചിച്ചു കൊള്ളുവീൻ, അത് നിഷ്ഫലമാകും. ഇന്ന് പകൽ ദൈവസഭ ഇത് ദൈവിക ഇടപെടലെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് നമ്മുടെ വാഗൊണ്ട് പൈശാചിക വ്യാപാരങ്ങളോട് ഇത് പറയുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവസഭ പണിയപ്പെടും, ദൈവസഭ നിലനിൽക്കും, നിങ്ങളെ ദൈവം വളർത്തും, നിങ്ങൾ മാനിക്കപ്പെടുന്നത് കാണാം. ഞാൻ എൻ്റെ സ്വന്തം പദങ്ങൾ പറയുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാനാണ് അത് വായിക്കാൻ ആവശ്യപ്പെട്ടത്. അല്ലെങ്കിൽ ഞാൻ അതേ കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം പറഞ്ഞോളൂ, വീണ്ടും വായിച്ചു. താവട്ടെ. കാര്യം പറഞ്ഞുറപ്പിപ്പീൻ, സാധ്യം ഉണ്ടാകുകയില്ല, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട്. നിൽക്കട്ടെ, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യ്, പക്ഷെ തകർന്നു പോ. അസാധ്യങ്ങളെ ദൈവം നിങ്ങൾ വിചാരിക്കുന്നത് സാധിക്കത്തില്ല. കൂടി ആലോചിച്ചു കൊള്ളുവീൻ, കാര്യം പറഞ്ഞുറപ്പിപ്പീൻ, സാധ്യമാകയില്ല, സാധ്യമാകയില്ല. ഇന്ന് പകൽ ദൈവസന്നിധിയിലേക്ക് വന്ന് എനിക്കും നിങ്ങൾക്കും വിരോധമായി കൂടിയാലോചനകൾ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട്, എനിക്കും നിങ്ങൾക്കും വിരോധമായി പലതും നടക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവനാമത്തിൽ പ്രവചനാത്മാവിൽ നാവുകൊണ്ട് ശബ്ദം ഉച്ചരിക്കട്ടെ. ശത്രുശക്തികൾ തകരുവാൻ അതിടയായി തീരും. കാര്യം നിങ്ങൾ ദൈവത്തിൻ്റെ ആയുധമാണ്. ഞാനിന്ന് അങ്ങോട്ട് പോകുന്നില്ല. പ്രകൃതി ശക്തികളെ ദൈവം ഉപയോഗിച്ചു, കടലിനെയും കാറ്റിനെയും ദൈവം ഉപയോഗിച്ചു, ആലിപ്പഴം ദൈവം ഉപയോഗിച്ചു, അഥവാ മഞ്ഞുകട്ട ദൈവം ഉപയോഗിച്ചു, പ്രകൃതിയുടെ ആയുധങ്ങളെ ദൈവം ഉപയോഗിച്ചു. 8, ഇസ്രയേലിൻ്റെ അനുഭവ സാക്ഷ്യം. അത് ഭയങ്കരമാണ്. ഇസ്രയേലിൻ്റെ അനുഭവ സാക്ഷ്യം ജാതികളെ ഉരുക്കിക്കളഞ്ഞ ഒന്നാണ്. യോശുവയുടെ പുസ്തകം 2:9 വരുമ്പോൾ, വേണ്ട വായിക്കണ്ട, യോശുവയുടെ പുസ്തകം 2:9 വരുമ്പോൾ, വരുന്ന ആഴ്ചയിൽ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അവിടുന്ന് തുടങ്ങാം. 2:9 വരുമ്പോൾ തൻ്റെ യെരിഹോവിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഇസ്രയേലിലെ ഒറ്റുനോക്കാൻ ചെന്ന ആളുകളോട് പറയുന്ന പദമാ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യോർദാൻ പിളർന്നതും യഹോവ നിങ്ങളെ മരുഭൂമിയിൽ നടത്തിയതുമായ വഴികൾ കേട്ടതോടെ, നിങ്ങളുടെ സാക്ഷ്യം കേട്ടതോടെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. ഞങ്ങൾ പോയി എന്നും ഈ ദേശം നിങ്ങളുടേതാണെന്നും ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ സാക്ഷ്യം അത്രയും വലുതാ. ദൈവമക്കൾ മറക്കരുത്, നിങ്ങളുടെ സാക്ഷ്യം വലുതാ. ഞാനൊരു ആർട്ടിക്കിൾ സാക്ഷ്യത്തെക്കുറിച്ച് വായിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പിശാചിനൊരിക്കലും മരുന്നയച്ചതെടുത്തോളാം. പിശാചിനൊരിക്കലും നിങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അവൻ അപവാദം പറയുന്നവനാണ്. പറഞ്ഞൊക്കെ ചുമ്മാ എന്ന് വല്ലവരെ കൊണ്ട് പറയിപ്പിക്കും. അത് അപവാദികൾ മാത്രമേ പറയത്തുള്ളൂ. മാന്യതയുള്ളവരാരും ചുമ്മാ എന്ന് പറയത്തില്ല. എൻ്റെ കണ്ണ് കാണത്തില്ലായിരുന്നു, ഇപ്പം എൻ്റെ കണ്ണ് തുറന്നു എന്ന് പറഞ്ഞാൽ അപവാദി പറയും, ചുമ്മാ ആ കണ്ണൊന്നും തുറന്നതല്ല, പണ്ടും അവനെ കാണാമായിരുന്നു. അപവാദികൾ അത് പറയും. പക്ഷെ മാന്യന്മാരാരും അങ്ങനത്തെ അപവാദം പറയത്തില്ല. മാന്യന്മാരുടെ ഉള്ളിൽ പിശാച് ക്രിയ ചെയ്യുന്നത് ഈ സംഭവം അങ്ങ് മറന്നു. നമ്മുടെ പല നല്ല സാക്ഷ്യങ്ങളും അനുഭവ സാക്ഷ്യങ്ങളും പറയാൻ കഴിയാതെ മറപ്പിച്ച് കളയുന്നത്, മറന്നു പോകുമാറാക്കുന്നത് പിശാചിൻ്റെ പതിവാണ്. അതുകൊണ്ട് ദൈവത്തോട് പറ, കർത്താവേ, അങ്ങ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകൾ, രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ, എൻ്റെ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ പൊക്കിക്കൊണ്ട് വന്നത്, എൻ്റെ ശൂന്യതയിൽ നിന്ന് എന്നെ പണിതത്, എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ അങ്ങ് കൈനീട്ടി എന്നെ ഉയർത്തിയത്, എൻ്റെ പഴയ അനുഭവം, എൻ്റെ പുതിയ അനുഭവം എന്നെ മറന്നു പോകാതെ അങ്ങയെ സ്തുതിച്ചു പുകഴ്ത്തുവാൻ, അത് എന്നും പറയുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പറ. നിങ്ങളുടെ സാക്ഷി പിശാചിനെ മിണ്ടാതെയാക്കും. സ്വർഗത്തിലെത്തുന്ന വിശുദ്ധന്മാരെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവരവനെ കുഞ്ഞാടിൻ്റെ രക്തവും തങ്ങളുടെ സാക്ഷിയിൻ വചനവും മുഖേന ജയിച്ചു. പിശാചിനെ ജയിക്കുന്ന ഒന്നാണ് നമ്മുടെ സാക്ഷിയിൻ വചനം. അതുകൊണ്ട് തന്നെ നമ്മുടെ സാക്ഷ്യത്തെ കെടുത്തുവാൻ ശത്രു ശ്രമിക്കുമെന്ന് മറക്കരുത്. യേശുവിൻ്റെ സാക്ഷ്യത്തെ കെടുത്തുവാൻ ശ്രമിച്ചു.
യേശുവിൻ്റെ കട്ടിയുള്ള വാക്കുകൾ ജനം അംഗീകരിക്കാതെ വണ്ണം യേശുവിൻ്റെ സാക്ഷ്യത്തെ കെടുത്തുവാൻ ഇവൻ മറിയയുടെ മകനാണെന്നും തച്ചൻ്റെ വീട്ടിൽ ഉണ്ടായതാണെന്നും ഒക്കെ പറഞ്ഞ് പലതും പറഞ്ഞെടുത്തു തൻ്റെ സാക്ഷ്യത്തെ ഇല്ലാതെയാക്കുവാൻ. ഇവൻ മറിയയുടെ മകനല്ലേ, ഇവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ ഇടയിൽ ഇല്ലേ, ഇവൻ ഈ വലിയ വാക്കുകളൊക്കെ എവിടുന്ന എങ്ങാണ്ട് കേട്ട് കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ഭാഷയെ പറയും യൂട്യൂബ് കണ്ടുകൊണ്ട് വരിക ഇവൻ. ഇതെല്ലാം നിങ്ങളുടെ സാക്ഷ്യത്തെ കെടുത്തുവാൻ, ധൈര്യത്തെ കെടുത്തുവാൻ പറയും. യേശുവിനെക്കുറിച്ച് പറഞ്ഞെങ്കിൽ നിങ്ങളെ എവിടെ വിടാനാ? യേശുവിനെക്കുറിച്ച് പറഞ്ഞെങ്കിൽ നമ്മെ എവിടെ വിടാനാ? എന്നാൽ ഇതിൻ്റെ നടുവിൽ ദൈവ പൈതലേ, എൻ്റെ സാക്ഷ്യത്താൽ ഞാൻ പിശാചിനെ ജയിക്കും. ഓരോ ഇടങ്ങളിൽ പിശാച് എഴുന്നേറ്റ് വരുമ്പോൾ ദൈവത്തിൻ്റെ സാക്ഷ്യം പറയുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. 9-ാമതായി യേശുവിൻ്റെ രക്തം അപവാദിയെ ജയിക്കേണ്ടതിന് വെളിപ്പാട് പുസ്തകത്തിൽ കിടപ്പുണ്ട്. 12 വരുന്ന ആഴ്ച ചിന്തിക്കും. അവൻ്റെ യേശുവിൻ്റെ രക്തത്താലും സാക്ഷ്യത്തിൻ വചനത്താലും പിശാചിനെ ജയിച്ചു. ഞാൻ എവിടുന്നാണ് വരുന്നത്? ദൈവം യുദ്ധവീരനാണ്. യുദ്ധവീരനായ യഹോവ എന്നാണ് നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത്. യഹോവ യുദ്ധവീരൻ. പുറപ്പാട് 15:3. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുറപ്പാട് 14:14. അവരുടെ രഥചക്രങ്ങളുടെ ഓട്ടം തെറ്റിച്ച് ടെക്നിക്കൽ ഡിഫക്റ്റ് വരെ വരുത്തി, അവരുടെ ആശയം തെറ്റിച്ച് അവരെ കല്ലുപോലെ താഴുമാറാക്കി യഹോവ യുദ്ധം ചെയ്യുന്നു എന്ന് മിസ്രയീമ്യർ സാക്ഷ്യം പറഞ്ഞു. ഇതിനകത്തിരിക്കുന്ന ചിലരെക്കുറിച്ച് ശത്രു ഈ സാക്ഷ്യം പറയുമാറ് ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ ഉയർത്തട്ടെ. എൻ്റെ ആരംഭകാലങ്ങളിൽ വിവാഹത്തിന് മുമ്പും വിവാഹം കഴിഞ്ഞുമുള്ള ആ കുറേ കാലഘട്ടങ്ങളിൽ നേരിട്ട പ്രതിസന്ധികൾ ഭയങ്കരമായിരുന്നു. എണ്ണിത്തീർക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്ത്. ഒറ്റ ദിവസം തന്നെ പാമ്പ് കടിക്കുന്നു, സെപ്റ്റിക് ഉണ്ടാകുന്നു. രണ്ടും കൂടെ ഒന്നിച്ച് വരേണ്ട കാര്യമില്ല. ഒന്നീ പാമ്പ് വിഷത്തിൽ പോകാം, അല്ലെങ്കിൽ സെപ്റ്റിക് കൊണ്ടുപോകാം. ബോധം കിടുന്നത് പോലെ ഒറ്റ ദിവസം. അടുത്തൊരു ദിവസം പേപ്പട്ടി എടുത്തിട്ട് കടിക്കുന്നു. അവിടുന്നും ഇവിടുന്നും പ്രതിസന്ധികൾ ധാരാളം ഉയരുന്നു. എന്തുകൊണ്ട് കർത്താവേ എന്ന് പലപ്പോഴും ചോദിച്ചു. ഇന്ന് തിരിഞ്ഞാലോചിച്ചാൽ മനസ്സിലാകും. പിശാചേ, നിന്റെ ഓലപ്പാമ്പ് ഓടിച്ചാൽ പേടിക്കാതിരിക്കാൻ തമ്പുരാൻ പഠിപ്പിച്ചത്. നിന്റെ ഓലപ്പാമ്പ് കണ്ടാൽ പേടിക്കാതിരിക്കാൻ കർത്താവ് പണ്ട് പഠിപ്പിച്ചതാ. നിങ്ങളിൽ അനേകരെ ഉറപ്പിക്കേണ്ടതിന് വേണ്ടി സ്വർഗം ഈ ദിവസങ്ങളിൽ തരുന്ന പരീക്ഷകൾക്കായി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദൈവം യുദ്ധങ്ങളുടെ ദൈവം. പക്ഷെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ആകാശ ശക്തികളോടാ. നമുക്ക് പോരാട്ടമുള്ളത് ഈ ലോകത്തിലെ അന്ധകാര വ്യാപാരങ്ങളോടാ. അതിനെ ജയിക്കേണ്ടതിന് ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഏതാണ്ട് 8ഓളം ആയുധങ്ങളെക്കുറിച്ച് ഞാൻ തൊട്ടു. 14 എണ്ണം തുടരും. 14 എണ്ണം ഞാൻ പറയും. അതിനുശേഷം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു 7 ആയുധങ്ങളെക്കുറിച്ച്, 7 എന്നൊരു പൂർണ്ണസംഖ്യയായി ഉണ്ടായി. 14ഉം 7ഉം ഒക്കെ ഞാൻ കൊണ്ട് നിർത്തുന്നത്. ദൈവം ഉപയോഗിക്കുന്ന 14 ആയുധങ്ങളെക്കുറിച്ച് തൊടാൻ ആഗ്രഹിക്കുന്നു എന്ന് 8 ആയുള്ളൂ. മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന 7 ആയുധങ്ങളെക്കുറിച്ച് തൊടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വരുന്ന ആഴ്ചകളിൽ അതിലേക്ക് പോകാം. നമുക്ക് ഉറപ്പുള്ളവരായി എഴുന്നേൽക്കാം. കർത്താവ് കൂടെ ഉണ്ട്. ആ മേഘത്തിൻ്റെ തണലിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. കണ്ണുകളെ ഒന്ന് അടയ്ക്കുമോ? ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, അങ്ങയുടെ തിരുമേഘത്തിൻ്റെ തണലിൽ ഞങ്ങളെ നടത്തുവാൻ ഇന്ന് പകൽ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഈ സഭയെ ഇന്ന് വന്നവരെയും വരുവാൻ കഴിയാതെ പോയവരെയും ആഗ്രഹിച്ചവരെയും എല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ബലമുള്ള കരം ഞങ്ങളുടെ മേൽ കാണണം. സർവശക്തനായ ദൈവത്തിൻ്റെ തൃക്കരം ഞങ്ങളെ താങ്ങണമേ. ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിച്ച് പരിപാലിച്ച് നടത്തണം. അങ്ങ് യുദ്ധവീരനാണ്, ഞങ്ങളുടെ സമാധാനത്തിൻ്റെ പ്രഭുവുമാണ്. സമാധാനത്തിൻ്റെ ദൈവമെന്നാണ് ഞങ്ങൾ അങ്ങയെ അറിയുന്നത്. അങ്ങയുടെ ജനത്തിന് സമാധാനം തരുവാൻ അങ്ങ് എഴുന്നേറ്റ് അങ്ങയുടെ ജനത്തോട് പോരാടുന്ന ശത്രുവിനെ മാത്രം നീക്കിക്കളയേണ്ടതിന് ഇന്ന് തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് സഭയെ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കട്ടെ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.